ഓക്കെ, താങ്ക് യു. നമ്മൾ വളരെ ചെറിയ ഒരു സെഷനാണ് ഉദ്ദേശിക്കുന്നത്. 35 മിനിറ്റ്സ് ആദ്യം പറയാം. അതിനുശേഷം 10-15 മിനിറ്റ് സമയം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. 7:45 7:50 വിൽ വൈൻഡ് അപ്പ്. ഇതാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ ആദ്യം ചെറിയൊരു സ്ലൈഡ് ഞാൻ നോക്കട്ടെ. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാണ്. സ്ലൈഡ് തപ്പിയെടുക്കട്ടെ കേട്ടോ. ഒന്ന് സ്ലൈഡ് പ്രസന്റ് ചെയ്യാൻ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ വേണമെങ്കിൽ ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്ത് വെച്ചോളൂ. ലാസ്റ്റ് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ആ ടൈപ്പ് ചെയ്തെല്ലാം നമുക്ക് അറിയാവുന്ന പോലെയൊക്കെ റിപ്ലൈ ചെയ്യാം കേട്ടോ. സൗണ്ടൊക്കെ ഓക്കെ അല്ലേ? സൗണ്ട് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ സ്ലൈഡ് തപ്പിയെടുക്കട്ടെ സെക്കൻഡ്. ഒരു സെക്കൻഡ്, ഞാൻ സ്ലൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ലൈഡ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ ഒന്ന് മൊബൈൽ കൂടി ജോയിൻ ചെയ്യട്ടെ. ഒരു സെക്കൻഡ്. യെസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ചെറിയ ഒരു സ്ലൈഡാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. ഓക്കെ, യെസ്. ഫസ്റ്റ് പോയിന്റ്, ഈ ഫസ്റ്റ് സെമ്മിന് എക്സാമിന് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പല ആളുകളും LLB അല്ലേ, അത്ര ഗൗരവമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ധാരണ ഉണ്ടാവും. കേട്ട കഥകളും അങ്ങനെയായിരിക്കും. തലേന്ന് പഠിച്ചു, പാസ്സായി. ജസ്റ്റ് ഒന്ന് ഇത് യൂട്യൂബിന്റെ ക്ലാസ് കേട്ടു, പാസ്സായി. പിന്നീട് ഒന്നിച്ച് കുറേ പേപ്പറുകൾ എക്സാം എഴുതി, സപ്ലിമെന്റ് എഴുതി, പാസ്സായി. അധികം പഠിക്കാനൊന്നുമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള കുറച്ച് പേരുകൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ലോ നന്നായി പഠിക്കാനുള്ള ഒരു വിഷയമാണ്. ക്ലാസ് റൂമിൽ എത്രമാത്രം എഫക്റ്റീവായി ക്ലാസ് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ലോ നന്നായി പഠിക്കണം. നന്നായി പഠിക്കാനുണ്ടല്ലോ, നന്നായി വായിക്കാനുമുണ്ട്. നന്നായി പഠിക്കുന്നവർക്കും നന്നായി വായിക്കുന്നവർക്കും മാത്രമേ ലോ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എക്സാം പലപ്പോഴും ഇപ്പോൾ മെഡിക്കലിനൊക്കെ നെയ്റ്റൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്ത കുട്ടികളുണ്ട്. നെയ്റ്റിനൊക്കെ വേണ്ടിയിട്ട് സൈലത്തിലും അവിടെ ഇവിടെയൊക്കെ കോച്ചിങ്ങിന് പോയിട്ട് ദിവസം 10-15 മണിക്കൂർ വർക്ക് ചെയ്ത ആളുകൾ ലോ എക്സാം വന്നിട്ട് അത് ലോ അല്ലേ എഴുതിയെടുക്കാം സിമ്പിൾ മനോഭാവം വെക്കുകയും ആ ആറ്റിറ്റ്യൂഡ് കാരണം എക്സാം തോൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ. ഏറ്റവും കൂടുതൽ ആളുകൾ എക്സാം തോൽക്കുന്നത് ഫസ്റ്റ് സെമ്മിലാണ്. അത് തന്നെ 5 ഇയർ ആണ് കൂടുതലുള്ളത്. എൻ്റെ തോന്നല് അതിന് കാരണം അവർ കഴിവില്ലാത്തത് കൊണ്ടല്ല. കാരണം ഇവർ പലപ്പോഴും അതിന് മുമ്പ് നീറ്റിന് വേണ്ടി നന്നായി വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നന്നായി വർക്ക് ചെയ്യും, കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അതിൻ്റെ റാങ്ക് ലിസ്റ്റിലൊക്കെ നന്നായി വന്നിട്ടുള്ള ആളായിരിക്കും. പക്ഷെ പിന്നീട് ലോ കോളേജ് വന്ന ശേഷം ചിലപ്പോൾ ക്ലാസ്സിന്റെ മോശം വരാം, ഒക്കെ സംഭവിക്കാം. അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അക്കാഡമിക് അറ്റ്മോസ്ഫിയർ കുറഞ്ഞൊക്കെ സംഭവിക്കാം. പല പല കാരണങ്ങളുണ്ടാകും. പക്ഷെ എനിവേ കുറച്ച് പേരെങ്കിലും സീരിയസ് ആയി എടുക്കാറില്ല എക്സാമിന്. അത് തലേന്ന് പഠിച്ചാൽ പാസ്സാവും എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ തോൽക്കാറുണ്ട്. ഇത് പ്രൊഫഷണൽ കോഴ്സാണ്. പ്രൊഫഷണൽ കോഴ്സിന്റെ പ്രത്യേകത മാർക്കല്ല, വിവരമുണ്ടോ എന്നുള്ള ചോദ്യം. 1000 വക്കീലന്മാരുണ്ട്, പക്ഷെ 10, 30, 40 വക്കീലന്മാരെ ആ ലെവലിൽ നോളജ് ഉള്ള ആളുകൾ ഉണ്ടാകുള്ളൂ എപ്പോഴും, ഏത് മേഖലയിലും. അപ്പൊ അവിടെ സിസ്റ്റമാറ്റിക് ആയ പ്രിപ്പറേഷൻ തന്നെ വേണം എക്സാമിന്. ആ സീരിയസ്നെസ് തന്നെ വേണം. എന്തെങ്കിലും കാരണവശാൽ സപ്ലിമെന്ററി വന്നു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നിങ്ങളുടെ CV കാണും, ബയോഡാറ്റയിൽ കാണും. ഒരു പ്രാവശ്യം തോറ്റാണെന്ന് കാണും. 5 ഇയർ കോഴ്സിനാണെങ്കിൽ 10 സെം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കാണും, ഫെയിൽഡ് എന്നുള്ളത് കാണും സപ്ലിമെന്ററിയിൽ. അത് നിങ്ങൾക്ക് കമ്പനി മുമ്പിൽ വെക്കുമ്പോൾ, പിന്നീട് ഇന്റർവ്യൂവിന് പോകുമ്പോൾ, IAS അടക്കമുള്ള ഏത് ഇന്റർവ്യൂവിന് പോകുമ്പോഴും
ഇതൊരു ബ്ലാക്ക് മാർക്കായിട്ട് തോറ്റ ഒരു ആള് രണ്ടാമത് പാസ്സായതാണെന്നുള്ളത് കാണും. അപ്പോൾ മാത്രമല്ല പിന്നെ സപ്ലിമെന്ററി ഉള്ളത് കൊണ്ട് തന്നെ റാങ്ക് ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം സപ്ലിമെന്ററി ഉണ്ടെങ്കിൽ റാങ്ക് ഉണ്ടാവില്ല. പിന്നീട് നല്ലോണം പഠിച്ച് റാങ്കിന് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും വൺസ് സപ്ലി ഉണ്ടാവും. ഈ സപ്ലി ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ഫസ്റ്റ് സെമ്മിലാണ്. പിന്നെ കോഴ്സെല്ലാം കഴിഞ്ഞ് പോയിട്ട് പിന്നെയും 1 or 2 years ഒക്കെ എടുക്കുന്ന ആൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ ഒരു ഇംഗ്ലീഷ് പേപ്പർ, ഫസ്റ്റ് ഇയറിൽ ഒരു ചെറിയ പേപ്പർ, മാനേജ്മെന്റ് പേപ്പർ ഒക്കെ ആയിരിക്കും. ഒന്ന് പഠിച്ചാൽ പാസ്സാകുന്ന പേപ്പർ ആയിരിക്കും. പക്ഷെ മറ്റെല്ലാ പേപ്പർ കിട്ടിയിട്ടും ഫസ്റ്റ് ഇയർ ഒക്കെ കിട്ടാത്തത് കൊണ്ട് 2-3 വർഷം നഷ്ടപ്പെട്ട ആളുകളെ നമുക്കറിയാം. ഒന്നാമത്തെ പോയിന്റ്, നല്ലോണം പഠിക്കാനുള്ളൊരു കോഴ്സാണ് LLB. ആളുകൾ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിംപ്ലിഫൈ ചെയ്ത ആളുകൾക്ക് പുറത്തെത്തിയാൽ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ സമയം വേസ്റ്റ് ആക്കിയിരുന്നു എന്ന് മനസ്സിലാവും. അപ്പോൾ സീരിയസ് ആയിട്ട് എടുത്തോളൂ. അത്രയും പഠിക്കാനുണ്ട്, അത്രയും എഴുതാനുണ്ട്. നന്നായി എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. ഫസ്റ്റ് പോയിന്റ് അതാ പറയാനുള്ളത്. ഈ എക്സാമിനെ സീരിയസ് ആയിട്ട് എടുത്തോളൂ. ഇല്ലെങ്കിൽ അത് ലൈഫിനെ ബാധിക്കും, യാതൊരു സംശയമില്ല. കാരണം തോറ്റ് കുറെ സപ്ലിമെന്ററി ആയിട്ട് പാസ്സായ ഒരാളും എല്ലാ എക്സാം പേപ്പറിലും കൃത്യമായി പാസ്സായ ഒരാളും പോയി ഇന്റർവ്യൂ പോകുമ്പോൾ അവിടെ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുടെ ആറ്റിറ്റ്യൂഡ് ഇവന് അത്ര ഏബിൾ അല്ല. കാരണം ഏബിൾ ആയ ആളുകൾ വേറെ പുറത്തുണ്ടെങ്കിൽ ഏബിൾ ഉള്ള ആൾക്കുള്ള ആവശ്യം എന്താണ്? സോ മൈ ഫസ്റ്റ് പോയിന്റ് ഈസ് വെരി 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 ക്രിസ്റ്റൽ ക്ലിയർ. ടേക്ക് ദിസ് എക്സാം സീരിയസ്ലി. ഫസ്റ്റ് ഇയേഴ്സിനോട് നിർബന്ധമായും പറയുന്ന കാര്യമാണ്, എടുത്തോളൂ, സീരിയസ് ആയി എടുത്തോളൂ. എപ്പോഴെങ്കിലും നിങ്ങൾ അല്പം സീരിയസ്നെസ് കുറച്ചോ നിങ്ങൾ ലൈഫിനെ അത് ബാധിക്കും, യാതൊരു സംശയമില്ല. ഐ തിങ്ക് മൈ ഫസ്റ്റ് പോയിന്റ് ഈസ് വെരി ക്ലിയർ ടു യു. സെക്കൻഡ് പോയിന്റ് ഇവന് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും പറയാം. പരീക്ഷയ്ക്ക് ഇന്റേണൽ മാർക്കിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഇന്റേണൽ മാർക്ക് കിട്ടാൻ എളുപ്പമാണ്. 5 മാർക്ക് അറ്റൻഡൻസ്, നിങ്ങൾ ഒന്നും ക്ലാസ് ശ്രദ്ധിക്കാതെ വെറുതെ പോയി ക്ലാസ്സിൽ പോയി ഇരുന്നാൽ പോലും 5 മാർക്ക് അറ്റൻഡൻസ് കിട്ടും. അസൈൻമെന്റ് 10 മാർക്ക് മാക്സിമം, 10 മാർക്ക് എക്സാമിനേഷനും 25 നിങ്ങൾക്ക് അറിയാം. ഈ ഇന്റേണൽ 25-ൽ ഒരു 18-17 മുകളിൽ കിട്ടിയാൽ സേഫാണ്. ഇനി 15 മുകളിൽ കിട്ടിയാൽ പോലും സേഫാണെന്ന് പറയാം. ഇന്റേണൽ മാർക്ക് 20 മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല മാർക്കാണ്, പിന്നെ എക്സ്റ്റേണലിൽ പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്റേണൽ മാർക്കിൽ മാക്സിമം കിട്ടുക. എത്ര മാർക്ക് ഇന്റേണൽ കിട്ടുമോ, എത്ര പ്രാവശ്യം വീണ്ടും അസൈൻമെന്റ് എഴുതാൻ പറ്റുമോ, എത്ര പ്രാവശ്യം വീണ്ടും ഇന്റേണൽ എക്സാം എഴുതാൻ പറ്റുമോ, അറ്റൻഡൻസ് മാക്സിമം ക്ലാസ് കയറി അറ്റൻഡൻസ്. ഈ 5 മാർക്ക് ഒരു പേപ്പറിനാണ്. ആ ക്ലാസ് കയറിയാൽ 5 പേപ്പർ 6 പേപ്പർ ഉണ്ടെങ്കിൽ അത്രയും മാർക്കായി. ഇന്റേണൽ മാർക്ക് കിട്ടാൻ എളുപ്പമാണ്, അവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എക്സ്റ്റേണൽ മാർക്ക് കിട്ടാൻ പ്രയാസമാണ്. അപ്പൊ അവിടെ ലിമിറ്റ് ഉണ്ട്. ഇന്റേണൽ മാർക്ക് കിട്ടുന്ന പോലെ എക്സ്റ്റേണൽ മാർക്ക് കിട്ടില്ല. ഇന്റേണൽ മാർക്ക് 25-20 മാർക്ക് കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ എക്സ്റ്റേണൽ മാർക്കിൽ 75-ൽ ഒരു 35 കിട്ടുക എന്നുള്ളത് പ്രയാസമാണ്, യാതൊരു സംശയമല്ല. അപ്പൊ ഇന്റേണൽ മാർക്കിലാണ് ഫോക്കസ്. പക്ഷെ കഴിഞ്ഞു പോയി, അപ്പൊ അവിടെ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സിലബസിനെ നോക്കുക. വിജ്ഞാനം ഉണ്ടാക്കാനും വിവരം ഉണ്ടാക്കാനും ഇപ്പൊ ശ്രമിക്കണ്ട. ഇപ്പൊ ഇനി എക്സാമിന് മാർക്ക് കിട്ടാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ എല്ലാ സിലബസുകളും പൊതുവെ 5 മൊഡ്യൂളായിട്ടാണ് തിരിച്ചിട്ടുണ്ടാവുക. 5 മൊഡ്യൂൾ. ആ 5 മൊഡ്യൂളിൽ നിന്നും 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതാണ് സാധാരണ വരാറുള്ളത്. ഏകദേശം ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ വേണമെന്നാണ് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നവരോട് പറയാറുള്ളത്. അപ്പൊ എല്ലാ മൊഡ്യൂളിൽ നിന്ന് വരണം. ഒരു മൊഡ്യൂളിൽ നിന്ന് ഓരോ 30 മാർക്ക് ക്വസ്റ്റ്യനും വേറെ മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാതെ വരാൻ പാടില്ല. അപ്പോൾ there should be an equitable distribution of this module. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൊഡ്യൂളിൽ നിന്ന് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഉദാഹരണം പിന്നെ അപ്പൊ അത് നോക്കിയിട്ട് ആ 5 എണ്ണത്തിൽ ഇപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളാണ് കാണുന്നത്. നാച്ചർ ഓഫ് കോൺട്രാക്ട് ഒബ്ലിഗേഷൻ, തിയറീസ് ഓഫ് കോൺട്രാക്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്, ഓഫർ, അക്സെപ്റ്റൻസ് ആൻഡ് പ്രോമിസ്. അതിനകത്ത് 15 മാർക്ക് പ്രതീക്ഷിക്കണം. അടുത്തത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ആണ്. അതിനകത്ത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ലോ, മൈനോറിറ്റി, മെന്റൽ ഇൻകാപ്പാസിറ്റി, ഫ്രീ കൺസെന്റ്, ഫാക്ടേഴ്സ് വിഷ്യേറ്റിംഗ് ഫ്രീ കൺസെന്റ്, കൊയേഷൻ, അണ്ടർ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്. അതിനകത്ത് 15 മാർക്ക് പ്രതീക്ഷിക്കണം. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു സിലബസിന്റെ ഒരു ഏരിയ പോലും വിട്ടുപോകരുത്. ഇപ്പൊ ഫ്രോഡ് വിട്ടുപോകരുത്, അണ്ടർ ഇൻഫ്ലുവൻസ് വിട്ടുപോകരുത്, കൊയേഷൻ വിട്ടുപോകരുത്, ഫ്രീ കൺസെന്റ്, ഫാക്ടേഴ്സ് വിഷ്യേറ്റിംഗ് ഫ്രീ കൺസെന്റ്, ഇൻകപ്പാസിറ്റി, മെന്റൽ ഇൻകപ്പാസിറ്റി, ഓരോന്നും പഠിക്കണം. ഈ നമ്മൾ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുടെ മൈൻഡിലേക്ക് സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. കാരണം അയാൾക്ക് നിങ്ങളെ മുമ്പിലുള്ള ഗൈഡോ നിങ്ങളുടെ നോട്ടോ ഒന്നും അറിയില്ല. അയാൾക്ക് ആ കൊടുക്കുന്നത് എന്താണ്? ഈ സിലബസ് കൊടുക്കും. ഈ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടേണ്ടത്.
ഈ സിലബസിൽ വാക്കുണ്ടോ? ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഇടാം. നിങ്ങൾ പഠിക്കുന്ന ഗൈഡിലുണ്ടോ ഇല്ലേ നോക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചോ ഇല്ലേ നോക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് ആകെ നോക്കേണ്ട ഈ സിലബസിനകത്ത് വരുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഈ സിലബസിനകത്തുള്ള ഒരു ഏരിയ പോലും വിട്ടുപോകാതെ പഠിക്കണം. ആ ഭാഗം വന്നു എന്ന് പിന്നെ കമ്പനി പറയാൻ പാടില്ല. സിലബസിന് പുറത്തു വരികയാണെങ്കിൽ പ്രശ്നമല്ല. സിലബസിനകത്തുള്ള ഒരു ഏരിയ വന്നാൽ ഇറ്റ് ഈസ് യുവർ ബൗണ്ട് ആൻഡ് ഡ്യൂട്ടി ടു റൈറ്റ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ സബ്ഹെഡിങ് ആയിട്ട് ഇരിക്കുക. ഉദാഹരണം നാച്ചുറൽ ഓഫ് കോൺട്രാക്ട് ഒബ്ലിഗേഷൻ പേപ്പറിൽ എഴുതുക. അത് പഠിച്ചു കഴിഞ്ഞാൽ ചുവന്ന വർഷം ടിക്ക് ഇടുക. തിയറീസ് ഓഫ് കോൺട്രാക്ട് പേപ്പറിൽ എഴുതുക, പഠിച്ചു കഴിഞ്ഞാൽ ടിക്ക് ഇടുക. ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട് പേപ്പറിൽ എഴുതുക, പഠിച്ചു കഴിഞ്ഞാൽ ടിക്ക് ഇടുക. ഇതിലെല്ലാം പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തണം എല്ലാ ഏരിയയും. അത് ജസ്റ്റ് ഒരു വായന കൊണ്ടോ 2 വായന കൊണ്ടോ കിട്ടില്ല. ചില ആളുകൾ പറയും, സർ കേസ് ഒന്നും ഓർമ്മിക്കാൻ പറ്റില്ല. തലേന്ന് വായിക്കുമ്പോൾ ഓർമ്മിക്കാൻ പറ്റത്ത്. കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണം, ഓർമ്മിക്കാൻ പറ്റും. തലേന്ന് മാത്രം വായിച്ചു പോയുമ്പോഴാണ് പ്രശ്നം വരിക, ഓർമ്മിക്കാൻ പറ്റത്തത്. അപ്പൊ നിരന്തരം അത് വായിക്കുക. ഈ ഭാഗങ്ങളെല്ലാം പഠിച്ചു. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് പഠിച്ചു, ടിക്കിടൂ. പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് പഠിച്ചു, ടിക്കിടൂ. ആന്റിസിപ്പേറ്ററി ബ്രീച്ച് പഠിച്ചു, ടിക്കിടൂ. അങ്ങനെ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, അൾട്ടറേഷൻ, നൊവേഷൻ, അക്കോർഡ്, സാറ്റിസ്ഫാക്ഷൻ, കോസി കോൺട്രാക്ട്, റെമഡീസ്, ഓരോ ഏരിയ. ഇത്രയും നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ കോൺട്രാക്ട് എക്സാം എടുത്താണ്. അതിനകത്ത് 25-26 ഏരിയ ഉണ്ടാവും, 30 ഏരിയ ഉണ്ടാവും. ആ 30 ഏരിയയും പഠിച്ചു. അതിനകത്തുള്ള കേസുകൾ പഠിച്ചു, അതിനകത്തുള്ള സെക്ഷൻസ് പഠിച്ചു, അതിനകത്ത് എസ്സേ വരികയാണെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. ഇതാണ് സിലബസ് കവറിംഗ് എന്ന് പറയുന്നത്. ഇത് ഇവിടെയാണ് മുറിച്ച് കവർ ചെയ്ത് പോകേണ്ടത്. 3rd പോയിന്റ് പറഞ്ഞു. 4th പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ വാചകമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു അധ്യാപകനും പാടില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ഇടുക കോഴിക്കോട് യൂണിവേഴ്സിറ്റി പുറത്തുള്ള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആവാം, കൊച്ചി യൂണിവേഴ്സിറ്റി ആവാം, MG യൂണിവേഴ്സിറ്റി ആവാം, കേരള യൂണിവേഴ്സിറ്റി ആവാം, ഇനി ഔട്ട് ഓഫ് സ്റ്റേറ്റും ആവാം. അവർക്ക് കൊടുക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് പിന്നെ സിലബസ് പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും. ആ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടാണ് അത് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു 8-10 എനിക്ക് തോന്നുന്നു നെറ്റിലുണ്ടാവും, അല്ലെങ്കിൽ ലൈബ്രറിയുടെ സൈറ്റിലുണ്ടാവും. ഈ ക്ലാസ് റെപ്പ് അത് ക്ലാസ്സിൽ ഇട്ടാലും മതി. അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുക. ആ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ആൻസർ ചെയ്ത് നോക്കുക. ആ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ഉണ്ടാക്കി നോക്കുക. അതിൽ ചോദിക്കുന്ന ആ പ്രോബ്ലം ചെയ്ത് നോക്കുക. ആ പ്രോബ്ലം ഓരോ പ്രോബ്ലവും ചെയ്ത് നോക്കുക. അതിലുള്ള ഓരോ എസ്സേയും എഴുതി നോക്കുക. വായിക്കുന്നതും എഴുതുന്നതും വ്യത്യാസമുണ്ട്. വായിക്കുന്നത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 4-5 തവണ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുത്തിന്റെ സ്റ്റൈല് കിട്ടും. എഴുതി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ എഴുതി നോക്കുക അതിലെ ആൻസറുകൾ. പറ്റുമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആൻസർ എഴുതി നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പ്രോബ്ലം ചിലപ്പോൾ ഈ പഴയ 5-6 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 1-2 പ്രോബ്ലം റിപ്പീറ്റ് ചെയ്ത് തരാൻ സാധ്യതയുണ്ട്. ചെയ്യാറുണ്ട്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്ക് ഒരു 6-7 പ്രോബ്ലം ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും. അപ്പൊ അയാൾ എന്ത് ചെയ്യും? പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് പിന്നെ പഴയ ഒരു 1-2 പ്രോബ്ലം എടുക്കും. പുതിയ പ്രോബ്ലം ഉണ്ടാക്കാൻ മടിച്ചിട്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 1-2 പ്രോബ്ലം റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രീവിയസ് പ്രോബ്ലം മൊത്തം ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. 4 പോയിന്റ് പറഞ്ഞു. അപ്പൊ 3ാമത്തെ പോയിന്റ് ഞാൻ സിലബസ് ആണ് പറഞ്ഞത്. 4ാമത്തെ പോയിന്റ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു. 5ാമത്തെ പോയിന്റ് സ്റ്റഡി മെറ്റീരിയൽസ്. എന്ത് പഠിക്കണം, ഏത് പുസ്തകം വായിക്കണം? എൻ്റെ പോയിന്റ് ഏതും വായിക്കാം. അതിൽ നിന്ന് നിങ്ങളുടെ നോട്ട് ഉണ്ടാക്കണേ, അതാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ സ്റ്റഡി മെത്തേഡ് അതാണ്. ഞാൻ ഏത് പുസ്തകവും വായിക്കും, ഏത് നോട്ടും നോക്കും, ഏത് യൂട്യൂബും കേൾക്കും, ഏത് PDF വായിക്കും, ഏത് ഗൈഡും വായിക്കും, ഓൺലൈനിന്റെ എന്ത് മെറ്റീരിയൽസും വായിക്കും. പക്ഷെ അത് എൻ്റെ ഭാഷയിലേക്ക് ഞാൻ നോട്ട് ഉണ്ടാക്കും. അത് എൻ്റെ സ്റ്റൈലാണ്. നിങ്ങൾ അത് അപ്പോഴേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ആ ഏരിയയിലുള്ള എന്ത് നോക്കാം. PDF കേട്ടോ, PDF വായിച്ചോ, യൂട്യൂബ് കേട്ടോ, ഓൺലൈൻ കേട്ടോ, ഏത് ഗൈഡും വായിച്ചോ, ഒന്നും കുഴപ്പമില്ല. പക്ഷേ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ നോട്ടാക്കാൻ പറ്റുമെങ്കിൽ നന്നാവും. ഇനി സമയമില്ലെങ്കിൽ ക്ലാസ്സിൽ കുട്ടികൾക്ക് കിട്ടിയ വല്ല PDF നോട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ഡിബേറ്റ് കൊടുക്കുക, ഗ്രൂപ്പിൽ ഇടുക. ഗൈഡ് ഉണ്ടെങ്കിൽ ഗൈഡ് ഇട്ടോ, ഒന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒറ്റ ഗൈഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് മതിയായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ കാറിൽ പോകുമ്പോഴോ ബസ്സിൽ പോകുമ്പോഴൊക്കെ അതിൻ്റെ യൂട്യൂബ് വീഡിയോസ് കേൾക്കാം. എല്ലാ വിഷയങ്ങൾക്കും യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. വെറുതെ മൊബൈലിൽ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ മെറ്റീരിയൽസ് ഇഷ്ടം പോലെ ഉണ്ട്.
ഒക്കെ നോക്കാം, എല്ലാം നോക്കിയിട്ട് നമ്മുടെ കയ്യിൽ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കണം എല്ലാറ്റിനും മുന്നോട്ട്. അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫൈ. ഞാൻ ഈ കോൺട്രാക്ട് പറയാനുള്ള കാരണം 3 ഇയറിനും 5 ഇയറിനും ഉള്ള സാധനം കയ്യിൽ ആയതുകൊണ്ട് ഉദാഹരണം പറയാം കേട്ടോ. അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ വന്നാൽ എൻ്റെ കയ്യിൽ എഴുതാൻ 2 പേജ് എഴുതാൻ സാധനം എൻ്റെ കയ്യിലുണ്ട്. പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് വന്നാൽ എൻ്റെ കയ്യിൽ എഴുതാനുള്ള ഒരു 2 പേജുണ്ട്, 4 കേസ് എഴുതാൻ എനിക്കറിയാം. എന്ന രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ രൂപത്തിൽ മാറ്റി എഴുതുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ പരന്ന കുറേ എന്തൊക്കെയോ മെറ്റീരിയൽസ് വായിച്ചു പോവും, എന്തൊക്കെയോ യൂട്യൂബ് കേൾക്കും. കൃത്യമായിട്ടത് ഒതുക്കി താളത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. അതാണ് സ്റ്റഡി മെറ്റീരിയൽ. അപ്പൊ എനിക്ക് പറയാനുള്ള കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ക്ലാസ്സിലുള്ള കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ക്ലാസ് ഗ്രൂപ്പിൽ ഇടൂ, മാക്സിമം ആളുകൾ വായിക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾ ആ വിഷയത്തിൽ അസൈൻമെന്റ് എഴുതിയിട്ടുണ്ടാവും, അത് ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടോ. അല്ലെങ്കിൽ ഏതൊക്കെ കയ്യിലെ വിഷയമൊക്കെ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്തത് ക്ലാസ് ഗ്രൂപ്പിൽ പറയൂ, സാർ എനിക്ക് ഇതിന് സ്റ്റഡി മെറ്റീരിയൽ ഇല്ല, ഈ സ്റ്റഡി മെറ്റീരിയൽ ഇല്ല, അത് ഗ്രൂപ്പിൽ ഇടുക വെച്ചാൽ വീഡിയോ ഉള്ള ആളുകളോ PDF നോട്ടുള്ള ആളുകളോ ഗൈഡിലുണ്ടെങ്കിൽ ഒക്കെ ഇടാം. അപ്പൊ ഗ്രൂപ്പിൽ സ്റ്റഡി മെറ്റീരിയൽ കൈമാറുന്ന ഒരു പ്രോസസ് കൂടി നടക്കുന്നത് നന്നായിരിക്കും. യെസ്. 6 കേസ് ലോസ് ആണ് ലോയിൽ ഇമ്പോർട്ടന്റ്. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എത്ര കേസ് ലോ എഴുതുന്നതാണ്. ഒരു ലോയുടെ പേപ്പർ, ഇപ്പൊ മാനേജ്മെന്റ് പേപ്പർ എനിക്കറിയില്ല, ഇംഗ്ലീഷ് പേപ്പർ പിന്നെ എനിക്കറിയില്ല, പക്ഷെ ലോയുടെ പേപ്പർ എഴുതുമ്പോൾ 3 ഇയറിന് 6 പേപ്പറുണ്ട്, 5 ഇയറിന് 2 പേപ്പറുണ്ട്. നിർബന്ധമായും കേസ് ലോസ് എഴുതിയിരിക്കണം. കേസ് ലോസ് ഉണ്ടെങ്കിലേ മാർക്ക് ഉണ്ടാവുള്ളൂ. കേസിന്റെ പേര് മാത്രമല്ല, എന്താണ് കേസ് സംഭവങ്ങൾ. ഇപ്പോ കാർഗിൽ വേഴ്സസ് കാർബോളിക് കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ് കേസ്? മൊഹരി വിവേഴ്സ് ധർമ്മദാസ് ഘോഷ് എന്ന് പറയുമ്പോൾ എന്താണ് കേസ്? ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൺ എന്താണ് കേസ്? റൈലൻഡ് വേഴ്സസ് ഫ്ലച്ചർ. അത് കോൺട്രാക്ട് പഠിക്കുമ്പോൾ ഒരു 20 കേസെങ്കിലും നിങ്ങൾ ആൻസർ പേപ്പർ ഉണ്ടായിരിക്കണം. ടോർട്ട് പഠിക്കുമ്പോൾ 20 കേസെങ്കിലും ആൻസർ പേപ്പർ ഉണ്ടായിരിക്കണം. അപ്പൊ കേസുകൾ സെപ്പറേറ്റ് എഴുതുക, അതിലെ മെയിൻ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. പിന്നെ നമുക്ക് എക്സാം സമയത്ത് എക്സ്പാൻഡ് എഴുതാം. അപ്പോ കേസുകൾ ചോദിക്കും, സാർ ഇത്രയും കേസ് ഓർത്തിരിക്കോ? പറ്റും. സിസ്റ്റമാറ്റിക് ഇപ്പൊ ടോട്ടൽ 20 കേസ് സംഭവം. റൈലാൻസ് ആൻഡ് ഫ്ലച്ചർ ഓരോ വേർഡ് വേണ്ട, ഓർത്തിരിക്കൂല. ഡൊണാൾഡ് വേഴ്സസ് സ്റ്റീവൻസൺ വേർഡ് വേണ്ട, പക്ഷെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റില്ലേ? 20 കേസെങ്കിലും സെപ്പറേറ്റ് പേപ്പറിൽ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് 5 ഒരു ചെറിയ പാരഗ്രാഫ്, കേസിന്റെ പേര് നല്ല വൃത്തിക്ക് ചുവന്ന ഭാഷയിൽ എഴുതുക, ഒരു പാരഗ്രാഫ്, പിന്നെ അതിന്റെ ആൻസർ എഴുതുക. ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ടോ. ഇനി വേണമെങ്കിൽ ടീച്ചേഴ്സിലെ കുറിപ്പുകൾ ChatGPT നോക്കി കിട്ടും, അത് നിങ്ങൾ ഗ്രൂപ്പ് ഇട്ടാൽ മതി. ഈ 10-20 കേസുകൾ, അതിൽ ചെറിയ കുറിപ്പുകൾ, ഒരു 4-5 വരികളുള്ള 4-5 സെന്റൻസുള്ള കുറിപ്പുകൾ ChatGPT നോക്കിയിട്ട് ഗ്രൂപ്പ് ഇട്ടാൽ മതി. ബാക്കിയുള്ളത് വായിക്കാം. എന്താ 20 കേസെങ്കിലും നിങ്ങളുടെ ആൻസർ പേപ്പറിനകത്ത് ഉണ്ടായിരിക്കണം. 6th പോയിന്റ്. 7th പോയിന്റ്, എങ്ങനെ പഠിക്കണം. പലർക്കും പല മെത്തഡോളജി ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മെത്തഡോളജി കമ്പൈൻ സ്റ്റഡിയാണ്. എനിക്കൊരാൾ പറഞ്ഞു തന്നാൽ അതേ സൗണ്ട് ആ എക്സാം ഹാളിൽ നിന്ന് കേൾക്കും, എഴുതാൻ പറ്റും. ചിലർക്ക് കമ്പൈൻ സ്റ്റഡി പറ്റില്ല, വേണ്ട, ഒറ്റയ്ക്ക് പഠിച്ചോളൂ. ഓരോ മെത്തഡോളജി അല്ലേ. ചിലർക്ക് കമ്പൈൻ സ്റ്റഡി ഉണ്ടായ വർത്താനായിരിക്കും, വേണ്ട, സെൽഫ് സ്റ്റഡി നടത്തിക്കോളൂ. ചില ആളുകൾക്ക്, എൻ്റെ ജ്യേഷ്ഠ മോനൊക്കെ യൂട്യൂബ് ക്ലാസ് മാത്രമേ കേൾക്കുള്ളൂ, വേറെ ഒന്നും വേണ്ട. ഒരു പുസ്തകവും കടലാസും വായിക്കുക. അപ്പോൾ പാരൻസും ടെൻഷനാണ്, ഇവനെന്ത് മൊബൈൽ മാത്രം കളിച്ചാൽ മതി, എക്സാമിന് മതി. ചില ആൾക്കാർ മതിയാവും, യൂട്യൂബ് ക്ലാസ് മാത്രം മതിയാവും. ചിലർക്ക് ഓൺലൈൻ PDF വായിക്കണം, മതി. ഏതാണോ നിങ്ങളുടെ കംഫർട്ടബിൾ മെത്തഡോളജി, എന്താണോ നിങ്ങളുടെ കംഫർട്ട് സോൺ, അവിടേക്ക് നിന്നുകൊണ്ട് പഠിച്ചോളൂ. അറിയാത്ത മേഖല പോകണ്ട. ഇപ്പൊ യൂട്യൂബ് ക്ലാസ് താല്പര്യമില്ലെങ്കിൽ യൂട്യൂബിലേക്ക് പോകണ്ട. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് തീരുമാനിച്ചോ. നോളജ് അക്വിസിഷന് പല മെത്തഡോളജി ഉണ്ട്. ഏതാണോ നിങ്ങളുടെ മെത്തഡോളജി, ആ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. യെസ്. 7th പോയിന്റ് കഴിഞ്ഞു. യെസ്. 8, ഇതാണ് ഏറ്റവും പ്രധാനം. വായിക്കുക എന്നുള്ളതല്ല പ്രധാനം, റിവിഷനാണ് പ്രധാനം. ഒരേ സാധനം 15, 16, 17 തവണ വായിക്കുമ്പോഴാണ് അത് ഫോട്ടോഗ്രാഫിക് മെമ്മറി വരിക. എക്സാം ഹാളിൽ 3 മണിക്കൂറുണ്ട് പേനങ്ങനെ എടുത്താൽ 1ാമത്തെ പേജ് നിരന്തരം കൈ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ 10, 32ാമത്തെ പേജ് എത്തിയിട്ടാണ് അവസാനിക്കുന്നു. അതുവരെ ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ വരണം. പണ്ട് എഴുത്തച്ഛൻ പറഞ്ഞ പോലെ, വാരുതി തന്നിൽ തിരമാലകൾ എന്ന പോലെ വാരുതി പദാവലി തോന്നണം കാലേ കാലേ, വാക്കുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഒഴുകണമെങ്കിൽ തലേന്ന് ഒരു പ്രാവശ്യം വായിച്ചാൽ കിട്ടൂല. ആ കൃത്യമായ മെറ്റീരിയൽ ഉണ്ടാവുകയും ആ മെറ്റീരിയൽ 15, 16 തവണ റിവൈസ് ചെയ്താൽ 1ാമത്തെ സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡിൽ പേന വെച്ചാൽ പിന്നെ ആ പേന ഒഴുകിക്കൊണ്ടേയിരിക്കും.
വാക്കുകൾ ഒഴുകിക്കൊണ്ടേയിരിക്കും, സെന്റൻസ് ഒഴുകിക്കൊണ്ടിരിക്കും, ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ എത്ര പ്രാവശ്യം വായിച്ചു? ഓരോ മെറ്റീരിയലും കേസ് ലോ എഴുതുമ്പോൾ സൈറ്റേഷൻ നിർബന്ധമില്ല, വേണ്ട. ഞാൻ അതിലേക്ക് വരാം കേട്ടോ. നിങ്ങളെ ആൻസറിന് ഞാൻ ആൻസർ ചെയ്യാൻ കേസ് ലോ സൈറ്റേഷൻ വേണ്ട. ഡോണോ വേഴ്സസ് സ്റ്റീവൻസൺ മതി, മൊഹിരി വേഴ്സസ് ധർമ്മദാസ് ഘോഷ് മതി, അത്ര എഴുതിയാൽ മതി, അത്ര കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ 1998 അങ്ങനെയൊന്നും വേണമെന്നില്ല കേട്ടോ. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ റിവിഷൻ ആണ് ഏറ്റവും പ്രധാനം. ഇയർ വേണ്ട. ഞാൻ അതിലേക്ക് വരാം. നിങ്ങൾ ആൻസർ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ ലാസ്റ്റ് വരാം കേട്ടോ. ഓക്കെ. റിവിഷൻ ആണ് ഏറ്റവും പ്രധാനം. ഓരോന്നും ഒരു പ്രാവശ്യം വായിച്ചു ഒരു കാര്യമില്ല, 2-3 പ്രാവശ്യം വായിച്ചു ഒരു കാര്യമില്ല. ഒരു 15-16 വട്ടം തവണ അത് റിവൈസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾക്കത് ഫോട്ടോഗ്രാഫിക് മെമ്മറി ആയിട്ട് എക്സാം ഹാള്, എക്സാം എഴുതുന്ന ഒരു കലയാണ്. എക്സാം എഴുതുന്നത് ഒരു ആർട്ടാണ്. നമ്മൾ ചില കടകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നില്ലേ, അതുപോലെ എക്സാം ഹാളിലെ പേപ്പർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ആൻസർ എഴുതുന്നത് ഒരു കലയാണ്. അതിലേക്ക് വരാം. ഓക്കെ. റിവിഷനാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു പ്രാവശ്യം വായിച്ചു ഒരു കാര്യമില്ല, എത്ര പ്രാവശ്യം വായിച്ചു? ഇനി കുറെ മടിയന്മാർ ക്ലാസ്സിലുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. ലോകത്തും ഒരുപാട് ആളുകൾ മടിയന്മാരായിരിക്കും. കുറച്ച് പേര് മാത്രമേ ആ ലെവലിൽ എക്സലന്റ് ലെവലിലേക്ക് എത്തുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് ആവറേജും ബിലോ ആവറേജും ആയിരിക്കും. ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ടാവും. എക്സാം സമയത്ത് ഒന്നും പഠിക്കൂല. അവര് എന്ത് ചെയ്യാച്ചാല് കുറച്ച് കഴിയട്ടെ, വരട്ടെ, എക്സാം ആയിട്ടില്ലല്ലോ, പഠിക്കാം, ആവുമ്പോൾ പഠിക്കാം. അങ്ങനെ കുറെ ആളുകളുണ്ടാവും. അത് സുഖലോലുപരായ ആളുകളുണ്ടാവും, മടിയന്മാരായ ആളുകളുണ്ടാവും, അങ്ങനത്തെ കുറെ ആളുകളുണ്ടാവും. ഇവരുടെ ഒരു പൊതുവായ ട്രെൻഡ് എന്താ വെച്ചാല് ഇവരിങ്ങനെ ക്ലാസ്സിൽ ചോദിക്കും, ഗ്രൂപ്പിൽ ചോദിക്കും, എക്സാം ഡേറ്റ് മാറ്റുമോ? ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. യൂണിവേഴ്സിറ്റി വിചാരിച്ചിട്ടുണ്ടാവില്ല, കോളേജ് വിചാരിച്ചിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എക്സാം ഡേറ്റ് മാറ്റുമോ? ഇതിങ്ങനെ പതുക്കെ ഒരുത്തന്നെ ഗ്രൂപ്പിടും. അപ്പൊ എന്താ, പുസ്തകങ്ങൾ എടുക്കുന്ന ആളായിരിക്കും, പഠിക്കുന്ന ടെൻഷനിൽ ഇങ്ങനെ പുസ്തകം മാറ്റൂലേ, എന്നാ വായിക്കണ്ട, മാറ്റി വെക്കും. അങ്ങനെ കുറെ ആളുകളുണ്ടാവും. എന്നിട്ട് കുറെ കഴിയുമ്പോൾ ചില കുട്ടികൾക്ക് ആദ്യമാവും എക്സാം ഡേറ്റ് മാറ്റില്ല. എക്സാം ഡേറ്റ് മാറ്റില്ല. പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒരു സ്റ്റൈല് എക്സാം ഡേറ്റ് മാറ്റില്ല എന്നതാണ്. കാരണം യൂണിവേഴ്സിറ്റി കൃത്യം സമയത്താണ് പോകുന്നത്. എല്ലാം കൃത്യമാണ്, ഒട്ടും സമയം ഇല്ലാതെ കൃത്യമായിട്ടാണ് പോകുന്നത്. നിങ്ങളുടെ കോഴ്സ് പോലും 4.5 വർഷം കഴിയുമ്പോൾ തീരും. 5 വർഷത്തെ കോഴ്സ് 4.5 വർഷം കൊണ്ട് തീർക്കാനാണ്. ഒരു കാരണവശാലും യൂണിവേഴ്സിറ്റി എക്സാം മാറ്റില്ല. അതിന് വേണ്ടി ചില കുട്ടികൾ യൂണിവേഴ്സിറ്റി പോകാറുണ്ട്, ചില സിൻഡിക്കേറ്റ് മെമ്പർമാരെ കാണാറുണ്ട്, വിളിക്കാറുണ്ട്. അവരൊക്കെ പറയുന്ന കാര്യം എക്സാം ഡേറ്റ് മാറ്റില്ല. പക്ഷേ ഇതിങ്ങനെ നോക്കിക്കോളൂ, തലേന്നാകുമ്പോൾ കുറെ പേര് ഗ്രൂപ്പിൽ ചോദിക്കും, സാറേ എക്സാം ഡേറ്റ് എക്സാം മാറ്റില്ലേ? തലേന്ന് കുറെ ആൾക്കാരെ വിളിക്കും, സാർ എക്സാമിന്റെ കാര്യം എന്തായി? നമ്മൾ എന്താവാനാണ്? 25 വർഷമായിട്ടുള്ള സിസ്റ്റമാണിത്. തലേന്ന് കുറെ സാർ എക്സാം ഡേറ്റ് എന്തായി സാർ? നമ്മൾ എന്താ പ്രശ്നം? ഡേറ്റ് മാറ്റില്ലേ? ആര് പറഞ്ഞു? യൂണിവേഴ്സിറ്റി ആരോ പറഞ്ഞു മാറ്റും. ഇങ്ങനെ ഈ റൂമറിന്റെ പിന്നാലെ പോയിട്ട് വളരെ സമഷ്ട പോയ ആളുകളുണ്ട്. അവര് മാറ്റാൻ വേണ്ടി യൂണിവേഴ്സിറ്റി പോയ കുട്ടികളുണ്ടാവും. 4-5 ദിവസം യൂണിവേഴ്സിറ്റി പോകും എക്സാം മാറ്റാൻ വേണ്ടി. ഡേറ്റ് മാറ്റില്ല, ഷുവറാണേ. അപ്പോ ഇനി അഥവാ മാറ്റുമെന്നാണ് വിചാരിച്ചോളൂ, എന്നാലും പഠിക്കുന്നതല്ല സേഫ്. 99% മാറ്റില്ല എന്നും 1% മാറ്റും എന്നുള്ള അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതല്ലേ നിങ്ങൾക്ക് സേഫ്. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ വിട്ടൊന്നും. ഈ ഒരു ട്രെൻഡ് നോക്കൂ, ഉറപ്പായിട്ടും കാണാം. നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും ഉറപ്പായിട്ടും. യെസ്, നെക്സ്റ്റ് എക്സാമിന്റെ തലേന്ന് എന്ത് ചെയ്യണം? പിന്നെ അതാണ് ഏറ്റവും പ്രധാനം. എക്സാമിന്റെ തലേന്ന് ഒരിക്കലും, ഞാൻ ചില കുട്ടികൾ ചെയ്ത് കണ്ടാണ്, വലിയ പുസ്തകങ്ങൾ വായിക്കരുത്. എക്സാമിന്റെ തലേന്ന് നിങ്ങൾ ഉണ്ടാക്കിയ നോട്ട്സ്, നിങ്ങളുണ്ടാക്കിയ കുറിപ്പുകൾ, ചെറിയ ഗൈഡുകൾ ഒക്കെ മാത്രമേ വായിക്കാവൂ. എക്സാമിന്റെ തലേന്ന് പുതിയ വിഷയങ്ങളിലേക്ക് പോകരുത്. നിങ്ങൾ മുമ്പ് പഠിച്ച സാധനം റിപ്പീറ്റ് ചെയ്യാണ് എപ്പോഴും നല്ലത്. പല കുട്ടികൾ ചെയ്യുന്ന എക്സാം സമയത്ത് വലിയ പുസ്തകം എടുക്കാൻ വായിക്കാം. പക്ഷെ എക്സാമിന്റെ തലേന്ന് അത് വായിക്കുന്നതല്ല നല്ലത്. ചെറിയ മെറ്റീരിയൽസ്, ചെറിയ നോട്ട്സ്, ചെറിയ ഗൈഡൊക്കെ എടുത്ത് നോക്കുന്നതാണ് എക്സാം തലേന്ന് നല്ലത്. അവസാന നിമിഷം വരെ എക്സാം തലേന്ന് വായിച്ചുകൊണ്ടേ ഇരുന്നുള്ളൂ. പിന്നെ ഡിസ്ട്രാക്ഷൻ ഒരുപാട് വരും. എക്സാം മാറ്റി വെക്കുന്ന അഭിപ്രായങ്ങളൊക്കെ വരും. കോടതി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സാം മാറ്റി വെക്കാനൊക്കെ വരും. പക്ഷെ എന്നാലും എക്സാമിൽ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുക. എക്സാമിൽ അറിയുന്ന പുതിയ കാര്യങ്ങൾ വായിക്കുന്നതിന് പകരം നിങ്ങൾ പഠിച്ച സാധനങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി 15-16 തവണ വായിച്ച സാധനം വീണ്ടും റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ് തലേദിവസം ഉപയോഗിക്കേണ്ടത്. പുതിയ അറിവുകൾ കിട്ടുന്നതിനേക്കാളും പ്രധാനം പുതിയ പുസ്തകം വായിച്ചാൽ ചില കൺഫ്യൂഷൻ ആവും. ആ തലേ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സാം ഒരു മൈൻഡ് ഗെയിമാണ്. അപ്പോൾ തലേ ദിവസം
ഒന്നും വായിക്കാൻ നിൽക്കും ചെയ്ത്, പുസ്തകത്തിൽ തന്നെ ഫോക്കസ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ മൈൻഡ് ഒക്കെ ഡിസ്ട്രാക്ട് ആയി പോകും. ഓക്കെ, യെസ്. എക്സാമിൻ്റെ അന്ന്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേ, പല കുട്ടികളും സമയത്ത് വരില്ല. എക്സാം തുടങ്ങിയിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വരും. എക്സാം തുടങ്ങിയാൽ 30 മിനിറ്റിനുള്ളിൽ വരണം. അപ്പം നിങ്ങൾ എക്സാം 10 മണിക്കാണെങ്കിൽ എക്സാം സമയം 9:30 ആണോ 9:30 ആവും മിക്കവാറും. 9:30 ഇനി 10 മണിക്ക് ഉറപ്പില്ല. എക്സാം തുടങ്ങിയാൽ അതിൻ്റെ ഇപ്പോൾ 9:30 എക്സാം ആണെങ്കിൽ 9:20 ഹാളിൽ ഇരിക്കണം. 10 മണിക്ക് എക്സാം ആണെങ്കിൽ 9:50 ഹാളിൽ ഇരിക്കണം. 10 മിനിറ്റ് മുമ്പ് ഇരിക്കണം. ആ 10 മിനിറ്റ് നിങ്ങളുടെ മൈൻഡ് കൂളാക്കാനാണ്. എന്നിട്ട് നിങ്ങൾക്ക് ആദ്യം ആൻസർ പേപ്പർ തരും. ക്വസ്റ്റ്യൻ പേപ്പർ 10 മണിക്ക് തരുള്ളൂ. എക്സാം 10 മണിക്കാണെങ്കിലോ 10:1 ആണെങ്കിൽ അതിൻ്റെ ഓർമ്മ, ഇനി 9:30-12 ആണെങ്കിൽ ഉറപ്പില്ല. 10:1 പറയട്ടെ. 10:1 ആണെങ്കിൽ 9:50 എക്സാം ഹാളിൽ വരണം. 9:50 നിങ്ങൾക്ക് ആൻസർ പേപ്പർ തരും. ആ ആൻസർ പേപ്പറിൽ രജിസ്റ്റർ നമ്പറും കാര്യം എഴുതാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. ഡേറ്റും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ എന്താ പറയുക സബ്ജക്റ്റിൻ്റെ പേരൊക്കെ എഴുതാനുള്ള സ്പേസ് ഉണ്ട്. ആ ടൈമാണ് ആ 10 മിനിറ്റ്. ആ 10 മിനിറ്റ് കൂളായിരിക്കാനുള്ള സമയമാണ് എഴുതിയിട്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എക്സാം തുടങ്ങിയിട്ട് 10-15 മിനിറ്റ് ഓടി വരും. സാറേ ഏതാ ക്ലാസ്? അപ്പോൾ ക്ലാസ് അറിയില്ല. പിന്നെ ക്ലാസ് നോക്കുമ്പോൾ എ ബാച്ച് പോവും, അല്ല ബി ബാച്ച് പോവും, ഓടി റൂം നമ്പർ 23 വരും. അപ്പൊക്ക് ലിഫ്റ്റ് കയറി താഴേക്കൊന്നും ഉണ്ടാവും. അതുമല്ല റൂം നമ്പർ 3 പോവും. ഇങ്ങനെ ഓടിയിട്ട് ആ ഓട്ടം ഉറപ്പായിട്ടും നിങ്ങളുടെ മൈൻഡിനെ ബാധിക്കും. കൂളായിട്ട്, ദിസ് ഇസ് മെന്റൽ ഗെയിം, കൂളായി ചെയ്യേണ്ട കാര്യമാണ്. ലാസ്റ്റ് മിനിറ്റ് ഓടി വന്നിട്ട് അവിടെ ഇങ്ങോട്ട് ഓടി ആ റൂമല്ല അവിടെയല്ല എന്നിട്ട് അവസാനം ഓടുമ്പോൾ നിങ്ങളുടെ മൈൻഡിനെ ബാധിക്കും. കൂളായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ മൈൻഡ് പ്രവർത്തിക്കുള്ളൂ. അഡ്രിനാലിൻ വർക്ക് ചെയ്താൽ മൈൻഡ് പ്രവർത്തിക്കൂല. അപ്പോൾ നിങ്ങൾ 10 മിനിറ്റ് മുമ്പ് എക്സാം നിങ്ങൾ റൂം കണ്ട് നേരത്തെ വരിക, 10 മിനിറ്റ് റൂമിൽ എത്തുക, കൂളായിട്ട് ഇരിക്കുക. ഒരു 5 മിനിറ്റ് ആണെങ്കിൽ 2-3 മിനിറ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ റിലാക്സ് ചെയ്യുകയോ വെറുതെ കണ്ണടച്ചിരിക്കുകയോ ഒക്കെ ചെയ്തോ. വാട്ട് ഇറ്റ് അപ് ടു യു. എന്താ പഠിച്ചത്. എന്നിട്ട് കറക്റ്റ് 10 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കുക. കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക. ആദ്യം വായിക്കുമ്പോൾ ഒക്കെ അറിയാത്ത പോലെ തോന്നും. പക്ഷെ പിന്നെ 2-ാം വട്ടോ 3-ാം വട്ടോ ഒക്കെ വായിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യം 2-3 തവണ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചു നോക്കുക. യെസ്. ഇനി ടൈം അലൊക്കേഷൻ ആട്ടോ. നിങ്ങൾക്ക് 3 മണിക്കൂറാണ് എക്സാമിന്. 5 ഷോർട്ട് ആൻസർ, ചിലപ്പോൾ 6 ഷോർട്ട് ആൻസർ ഉണ്ടാവും. 5 ഷോർട്ട് ആൻസർ ആണെങ്കിൽ ഷോർട്ട് ആൻസറിന് 6 മാർക്ക്. 6 ഷോർട്ട് ആൻസർ ആണെങ്കിൽ ഷോർട്ട് ആൻസർ 5 മാർക്ക്. ചിലപ്പോൾ 5-ഉം 3-ഉം മാറ്റം ഉണ്ടാവും. മിനിമം 5 അല്ലെങ്കിൽ 6 ഷോർട്ട് ആൻസർ ഉണ്ടാവും. 8 തരും. 8 5 എഴുതുക, അത് 8 6 എഴുതുക. 6 ആണെങ്കിൽ ഒരു ഷോർട്ട് ആൻസറിന് 5 മാർക്ക് ഉണ്ടാവും. 5 ആണെങ്കിൽ ഷോർട്ട് ആൻസർ 6 മാർക്ക് ഉണ്ടാവും. ഈ ഷോർട്ട് ആൻസർ ടൈം 1 hour ആണ്. കൃത്യമായിട്ടും 1 hour ഷോർട്ട് ആൻസർ നിർത്തണം. പ്രോബ്ലം ചെയ്യാനുള്ള സമയം 1 hour ആണ്. 3 പ്രോബ്ലം തരും. 2 പ്രോബ്ലമാണ് ചെയ്യേണ്ടത്. 1 hour ആണ്. എസ്സേ ചെയ്യാനുള്ള സമയം 1 hour ആണ്. ഇതാണ് കൃത്യമായ ടൈം അലൊക്കേഷൻ. പല ആളുകളും ഷോർട്ട് ആൻസർ എഴുതുമ്പോൾ 1.5 മണിക്കൂർ 1.25 മണിക്കൂറാണ് പോകും. പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ ബാക്കിയും കഴിഞ്ഞു, 2.5 മണിക്കൂറും പോയി. പിന്നെ 1/2 മണിക്കൂർ 2 എസ്സേ. അപ്പോൾ ലാസ്റ്റ് എസ്സേ എഴുതാൻ സമയം കിട്ടില്ല. ഈ ടൈം അലൊക്കേഷൻ കൃത്യമായി ചെയ്തോ. കാരണം ഷോർട്ട് ആൻസർ അറിയുന്നതായിരിക്കും. അപ്പോൾ കുറേ എഴുതിയിട്ട് 1 hour 1.5 മണിക്കൂർ 1.5 മണിക്കൂർ മുകളിൽ പോകുന്നുണ്ട്. അത് പ്രോബ്ലത്തെയും എസ്സേയും ബാധിക്കും. ടൈം ശ്രദ്ധിച്ച് മനസ്സിലാക്കിച്ചോളൂ. ഇനി സ്റ്റാർട്ടിങ് എസ്സേ തുടങ്ങാൻ പോകണമെങ്കിൽ 1 hour ടൈം എസ്സേ നിർത്തണം. അപ്പോൾ 1/2 മണിക്കൂർ എസ്സേ, 1/2 മണിക്കൂർ അടുത്ത എസ്സേ. പ്രോബ്ലം ആണെങ്കിൽ 1/2 മണിക്കൂറിൻ്റെ പ്രോബ്ലം, 1/2 മണിക്കൂറിൻ്റെ അടുത്ത പ്രോബ്ലം, അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തോ. ഷോർട്ട് ആൻസർ എല്ലാം കൂടി 1 hour. ഇതെങ്ങനെ ടൈം അലോക്കേറ്റ് ചെയ്ത് വെച്ചോ. ഓക്കെ, യെസ്. ഇനി എത്ര എഴുതണം? പല ആളുകളും ചോദ്യമാണ്. നമ്മൾക്ക് 32 പേജാണ് ആൻസർ എഴുതാൻ കിട്ടുക. അഡീഷണൽ ഷീറ്റ് കിട്ടില്ല. 32 പേജാണ് നമ്മൾ ഒരു ബുക്ക്ലെറ്റ്. ആ ബുക്ക്ലെറ്റിനുള്ളിൽ ഒതുങ്ങണം. അപ്പൊ എത്ര പേജ് എഴുതണം എന്നൊരു സ്പെസിഫിക് ലിമിറ്റ് കൊടുത്തിട്ടില്ല. കേരള യൂണിവേഴ്സിറ്റി പറയാറുണ്ട് 300 വേർഡ്, 100 വേർഡ്, 500 വേർഡ് എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരിക്കലും സ്പെസിഫിക് ടൈം ലിമിറ്റ് എത്ര എഴുതുന്നു പറയുന്നില്ല. എങ്കിലും എൻ്റെ അഭിപ്രായമാണ്, ഷോർട്ട് ആൻസർ എഴുതുമ്പോൾ 1 പേജെങ്കിലും മിനിമം വേണം. മാക്സിമം 2 പേജ്, ആവറേജ് 1.5 പേജ് ഷോർട്ട് ആൻസറിനകത്ത്. ഓർക്കണേ, മിനിമം 1 പേജ്.
മാക്സിമം 2 പേജ് ഉള്ളിൽ പിടിച്ചോ. ഒരു ഒന്നൊന്നര പേജ് വേണം ഷോർട്ട് ആൻസർ. പ്രോബ്ലം ചെയ്യുമ്പോൾ മിനിമം 2 പേജ് വേണം, മാക്സിമം 3 പേജ്. അപ്പോൾ 2-2.5 പേജിൽ പ്രോബ്ലം നിൽക്കണം. എസ് എ മിനിമം 4 പേജ്, മാക്സിമം 6 പേജ്. ഇപ്പോൾ 5-6 പേജിൽ 5.5-6 പേജിൽ എസ് എ നിൽക്കണം. ഇത് നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഇത് നിങ്ങളുടെ അപ്പോൾ 32 പേജ് കറക്റ്റായിരിക്കും. എസ് എ 2 പേജ് 2 എസ് ചെയ്യുമ്പോൾ 12 പേജ്, 2 പ്രോബ്ലം ചെയ്യുമ്പോൾ 6, 12ഉം 6ഉം 18 പേജായി. 18 ഷോർട്ട് ആൻസർ ഒരു 6 വെച്ചോളൂ. 2 പേജ് വെച്ചാൽ 18 12 30 പേജായി. ഓക്കെയാണ്. 2 പേജ് ബാക്കിയുണ്ട്, 32 പേജ്. അത് 32ാമത്തെ പേജ് നിറഞ്ഞാൽ നിൽക്കണം. 12-13 പേജ് വെച്ചാൽ പാസ്സാവില്ല. മൊത്തം 15 പേജ് വെച്ചു. കാരണം ലോയുടെ സ്റ്റൈല് ഡിസ്ക്രിപ്റ്റീവ് ആണ്. പോയിന്റ് മാത്രം എഴുതി, കെമിസ്ട്രി ഫിസിക്സ് എഴുതുന്ന പോലെ അവഗാഡ്രോ പ്രിൻസിപ്പിൾസ്, ബോയിൽസ് ലോ, ചാൾസ് ലോ എന്നൊക്കെ എഴുതുന്ന പോലെ പോയിന്റ് മാത്രം എഴുതി മാർക്ക് കിട്ടില്ല. ലോക്ക് പോയിന്റ് അല്ല വേണ്ടത്. ഡിസ്ക്രിപ്റ്റീവ് IAS അങ്ങനെയാണ്, ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്, പോയിന്റ് മാത്രം പോരാ. അപ്പൊ ആ പോയിന്റ് ഷുഡ് ബി എക്സ്പാൻഡ് ചെയ്തിട്ട് തന്നെ എഴുതാൻ പറ്റണം. അപ്പൊ ലെങ്ത് ഓഫ് ആൻസർ ഭാഗം പറഞ്ഞു കഴിഞ്ഞു. അടുത്തിലേക്ക് പോകാം. യെസ്, സമയം കഴിഞ്ഞു. എങ്ങനെയാണ് ഷോർട്ട് ആൻസർ എഴുതേണ്ടത്? ഷോർട്ട് ആൻസർ എന്നാണെങ്കിൽ പേരെങ്കിലും അത്ര ഷോർട്ട് അല്ലത്. സത്യം പറഞ്ഞാൽ മിനി എസ് ആണത്. ഷോർട്ട് ആൻസർ അല്ലേ? എന്താ പോലെ ഒരു പാരഗ്രാഫ് എഴുതിയ പോലെ, അരപ്പ് എഴുതിയ പോലെ പോരാ. ഷോർട്ട് ആൻസർ ഈസ് നോട്ട് ദാറ്റ് ഷോർട്ട്. അത് മിനി എസ് അത്ര ടു ഷോർട്ട് അല്ല. അതിനകത്ത് സെക്ഷൻ എഴുതണം. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ സെക്ഷൻ, ഇപ്പൊ ഫ്രോഡ്, എന്താണ് ഫ്രോഡ്? ഷോർട്ട് ആൻസർ വെച്ചു. അപ്പൊ എന്താണ് ഫ്രോഡിന്റെ സെക്ഷൻ കോൺട്രാക്റ്റിൽ വരണം. അടുത്തതോ എന്താണ് ഫ്രോഡിന്റെ ഡെഫിനിഷൻ? ഫസ്റ്റില് പിന്നെ എത്രയാണ് ഫ്രോഡിന്റെ സെക്ഷൻ. സെക്കൻഡ് ഫ്രോഡിന്റെ ഡെഫിനിഷൻ എന്താണ്. പിന്നെയാണ് ഫ്രോഡ്, എന്തൊക്കെയാണ് ഫ്രോഡ്, എന്തൊക്കെ ചേർന്നാലാണ് ഫ്രോഡ് ഇൻഗ്രീഡിയൻസ്. പിന്നെ കേസ് ലോ, ഡെറി വേഴ്സസ് സ്പീക്ക് കേസ് ലോ വരണം. 2-3 കേസ് ലോ വരണം. ലോയുടെ എക്സാമിന്റെ രീതി എങ്ങനെയാണ്? സെക്ഷൻ ഏറ്റവും മുകളിൽ, 2ാമത് ഡെഫിനിഷൻ, 3ാമത് എക്സ്പ്ലനേഷൻ, 4ാമത് കേസ് ലോ. ക്ലിയർ ആയി കേൾക്കുന്നു? 4 മോഡൽ, 4 സ്റ്റൈല്. ഷോർട്ട് ആൻസർ സ്റ്റൈല് ആദ്യം സെക്ഷൻ, ഡെഫിനിഷൻ, എക്സ്പ്ലനേഷൻ, കേസ് ലോ. ഈ കേസ് ലോ അപ്പൊ സെക്ഷൻ എഴുതുമ്പോൾ സെക്ഷൻ അടിയിൽ നിന്ന് വരക്കുക. സെക്ഷൻ 19 ഫ്രോഡ്, ഡെഫിനിഷൻ സബ്ഹെഡിങ് കൊടുക്കുക, പിന്നെ എക്സ്പ്ലനേഷൻ. പിന്നെ കേസ് ലോ എഴുതുമ്പോൾ ഒരു കേസ് ലോയുടെ പേര് ഡെറി വേഴ്സസ് സ്പീക്ക് എന്നിട്ട് മുകളിൽ ലൈൻ വിടുക, താഴെ ലൈൻ വിടുക. ഡെറി വേഴ്സസ് സ്പീക്കിന് അടിയിൽ ഒരു വരയും വരക്കുക. കാരണം നോക്കുന്ന ആള് കാണണം. നമ്മൾ അത് ചിലപ്പോൾ ഡെറി വേഴ്സസ് സ്പീക്ക് ഉള്ളിൽ എവിടെയെങ്കിലും വെച്ച് എഴുതിയിട്ടുണ്ടാവും, പോരാ. അതിന് മുകളിൽ ലൈനും താഴെ ലൈനും ഇട്ട് അത് കേസ് ലോയാണ്. നോക്കുന്ന ആൾക്ക് മനസ്സിലാണ്. കാരണം നോക്കുന്ന ആള് ഓരോ വേർഡ് ബൈ വേർഡ് വായിക്കില്ല. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുക, വേർഡ് ബൈ വേർഡ് വായിക്കുക. 32 പേജ് ഒരാൾ പേപ്പർ മാത്രമുണ്ടേ, അങ്ങനെ നോക്കും. അപ്പൊ കേസ് ലോ ഇങ്ങനെ കാണുന്ന രൂപത്തിൽ കച്ചവടം അലങ്കരിക്കൂലേ, പീടിക അലങ്കരിക്കൂലേ, ഷോപ്പ് അലങ്കരിക്കൂലേ, അതുപോലെ എക്സാമിന്റെ പേപ്പർ ഇങ്ങനെ അലങ്കരിക്കണം. അത് കാണുമ്പോൾ തന്നെ സെക്ഷൻ അടിയിൽ വരച്ചിട്ടുണ്ട്, സൈഡിൽ ഒരു വര വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് കേസിൽ വരച്ചിട്ടുണ്ട്, കൃത്യമായി എഴുതിയിട്ടുണ്ട്. ആ ഒരു ആൻസറിനകത്തൊരു ബ്യൂട്ടിഫിക്കേഷൻ, അലങ്കാര പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം. യെസ്, പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണ്? പ്രോബ്ലത്തിൽ ഈ മോഡൽ വേണം. പ്രോബ്ലം 2-2.5 പേജ് വരണം. പ്രോബ്ലത്തിൽ ആദ്യം ആ തന്ന പ്രോബ്ലം വെച്ച് നോക്കിയാൽ അതിന് ഫാക്ട് കിട്ടും. ആ ഫാക്ട് കിട്ടും. രണ്ടാമത് ഇഷ്യൂ എന്താണ്? ഇഷ്യൂ ഇപ്പോ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഗവർണർ ഒരു കത്തയച്ചു, രാജി കത്തയച്ചു പ്രസിഡന്റിന്. ഗവർണർ രാജിവെക്കേണ്ട പ്രസിഡന്റിനാണല്ലോ. ഗവർണർ പ്രസിഡന്റിന് രാജിക്കത്ത് അയച്ചു കൊടുത്തു. ആ രാജിക്കത്ത് ഗവർണർ എന്ത് ചെയ്തു? ഒപ്പിട്ടിട്ട് പ്രസിഡന്റിന് അയച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് ആ കത്ത് അവിടെ എത്തണമെങ്കിൽ 3 ദിവസം പിടിക്കും. അപ്പോഴാണ് പ്രസിഡന്റ് അയ്യോ രാജിവെച്ച അബദ്ധമായി പോയി, വേണ്ടായിരുന്നു. ഉടനെ പ്രസിഡന്റ് ഒരു ഗവർണർ ഫാക്സ് അയക്കുന്നു, രാജിവെച്ചിട്ടില്ല. ഈ ഫാക്സ് അവിടെ കിട്ടുന്നു, രാജിവെച്ചിട്ടുള്ള സാധനം കിട്ടുന്നു ഗവർണർ പ്രസിഡന്റ്. അപ്പൊ ആദ്യത്തെ രാജി സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദ്യം. എങ്കിൽ ആദ്യം ഫാക്ട് ചുരുക്കി പറയാം. ഗവർണർ ഇങ്ങനെ രാജിവെച്ചു, ആ സംഭവം ചുരുക്കി പറയാം. 3-4 വരിയെ ഫാക്ട്സ് ഉണ്ടാവുള്ളൂ. ഇഷ്യൂ വെദർ ദ റെസിഗ്നേഷൻ സെൻഡ് ബൈ ഗവർണർ ബൈ എ ലെറ്റർ ബിഫോർ ഇമെയിൽ ഈസ് വാലിഡ് ഓർ നോട്ട്. ഇഷ്യൂ
തേർഡ് പോയിന്റ് ആണ് സബ്ഹെഡിങ്. ഇതൊക്കെ സബ്ഹെഡിങ് തന്നെ എഴുതണേ. തേർഡ് പോയിന്റ് ആണ് ആർഗ്യുമെന്റ്സ് കൃത്യമായിട്ട് എന്തുകൊണ്ട് അത് വാലിഡ് ആണ്, എന്തുകൊണ്ട് രണ്ട് ഭാഗം പറഞ്ഞോളൂ. എന്തുകൊണ്ട് അത് വാലിഡ് ആണ് പറയുന്നു, എന്തുകൊണ്ട് അത് വാലിഡ്. ഇതാണ് വക്കീലിന്റെ, ഇവിടെയാണ് വക്കീലിന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട് അത് വാലിഡ് ആണ് പറയുന്നതിന് കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വാലിഡ് അല്ല പറയുന്നതിന് കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, അത് പറയുന്നു. അത് കഴിഞ്ഞിട്ട് തേർഡ് പോയിന്റ് ആർഗ്യുമെന്റ്സ് ആണ്. അതിനകത്ത് റീസണിങ് എന്ന സംഭവം ഉണ്ടല്ലോ. നിങ്ങൾ LLB എൻട്രൻസിനൊക്കെ നിങ്ങൾ റീസണിങ് ഉപയോഗിച്ചിട്ടുണ്ടാവും. ആ റീസണിങ് പറഞ്ഞിട്ട് ആ കാരണങ്ങളൊക്കെ അവിടെ വരണം. അത് കഴിഞ്ഞിട്ട് ഡിസിഷൻ. വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? നിങ്ങൾ റീസണിങ് ഒക്കെ പറഞ്ഞു. വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? സർ, that is valid. That is not valid. That is constitutional. That is not constitutional. That is legal. That is not illegal. This person is bound to give compensation. This person is not bound to give compensation. എന്നുള്ള ആ ഡിസിഷൻ അവിടെ വരണം. അതിനുശേഷം മിക്കവാറും തരുന്ന പ്രോബ്ലം മുമ്പുള്ള ഏതെങ്കിലും കേസ് ലോ ആയിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കേസ് ലോസ് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കേസ് ലോ എഴുതണം. ഇങ്ങനെയാണ് പ്രോബ്ലം ആൻസർ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പാരഗ്രാഫിൽ യെസ് ഇറ്റ് ഈസ് ഓക്കെ പറഞ്ഞിട്ട് അതല്ല. കൃത്യമായിട്ട് ഈ ഫോർമാറ്റ് തന്നെ ചെയ്യണം. സബ്ഹെഡിങ് വരണം. ആ സബ്ഹെഡിങ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് ഈ 5 പോയിന്റും സബ്ഹെഡിങ് വരുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആവുള്ളൂ. ഓക്കെ, പ്രോബ്ലം കഴിഞ്ഞു. എസ് എ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 4 മുതൽ 6 പേജ് വരെ ഉണ്ടായിരിക്കണം. ഒരു 6 പേജെങ്കിലും നിങ്ങളുടെ എസ് 5.5-6 പേജ് വരെ എസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ എസ് എഴുതുമ്പോൾ ആദ്യം സബ്ഹെഡിങ് ഉണ്ടാവണം, ഇൻട്രൊഡക്ഷൻ. പിന്നെ നിങ്ങൾ പറയാൻ പോകുന്ന ഒരു 7-8 പോയിന്റ് ഉണ്ടാവും എസ്സേയിൽ. സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? 10 പോയിന്റ് ഉണ്ടാവും. ആ ഓരോന്ന് സബ്ഹെഡിങ് ഇടുന്നു. ആ പോയിന്റ് 1 പാരഗ്രാഫ് എഴുതുന്നു. അടുത്ത സബ്ഹെഡിങ് എഴുതുന്നു, 1 പാരഗ്രാഫ്. അടുത്ത സബ്ഹെഡിങ് എഴുതുന്നു, 1 പാരഗ്രാഫ്. പാരഗ്രാഫ് വൈസ് എഴുതണം. അതിൽ എഴുതാവുന്ന മാക്സിമം കേസ് ലോ 4-5 കേസ് ലോ ആ എസ്സേയിൽ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ എസ്സേ, ഇൻട്രൊഡക്ഷൻ, പാരഗ്രാഫ് വൈസ് അറേഞ്ച്മെന്റ്, സബ്ഹെഡിങ് കൊടുക്കുന്നു, സബ്ഹെഡിങ് അണ്ടർലൈൻ ചെയ്യുന്നു, 4-5 കേസ് ലോ എസ്സേ വരുന്നു, ലാസ്റ്റ് കൺക്ലൂഷൻ കൊടുക്കുന്നു. 5-6 പേജ്. ഇതാണ് എസ്സേയുടെ ഫോർമാറ്റ്. യെസ്. ഇനി ആൻസർ പേപ്പറിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഒരിക്കലും നിങ്ങളുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും ആൻസർ പേപ്പറിൽ ഉണ്ടാകാൻ പാടില്ല. നോ അതർ റൈറ്റിങ്സ്. അഡീഷണൽ ഷീറ്റിൽ ഇപ്പം ഇല്ല. പണ്ട് അഡീഷണൽ ഷീറ്റിൽ രജിസ്റ്റർ നമ്പർ എഴുതാൻ പാടില്ലായിരുന്നു. ഇപ്പം അതില്ല, അഡീഷണൽ ഷീറ്റ് ഇല്ലല്ലോ. പിന്നെ പല ആൻസർ ഷീറ്റിലും ചില കുട്ടികൾ എഴുതാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. സാർ, എനിക്ക് ഇന്റേണൽ ആകെ 12 മാർക്കുള്ളൂ, അതുകൊണ്ട് മാക്സിമം 38 മാർക്ക് വാങ്ങി എന്നെ വിജയിപ്പിക്കണേ കാണാറുണ്ട്. ചിലപ്പോൾ സാർ, പിന്നെ എനിക്ക് പനി ആയതുകൊണ്ട് മര്യാദ പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എങ്ങനെയാണ് പാസ്സാക്കണേ? അങ്ങനെയുള്ള ഡയലോഗ് ഒക്കെ സാർ ഉണ്ടാവാറുണ്ട്. ഉണ്ടെങ്കിൽ ആ ആൻസർ പേപ്പർ ഇൻവാലിഡ് ആണ്. അത് നിങ്ങൾ എവിടെ പോയാലും ആ ആൻസർ പേപ്പർ ഇൻവാലിഡ് ആണ്. അങ്ങനെ റിക്വസ്റ്റ് ആൻസർ പേപ്പർ മലയാളത്തിലോ ഇംഗ്ലീഷിലോ വരാറുണ്ട്. ചില ആൾക്കാർ എസ്എൻ സ്ഥാനത്ത് ഒരു ഹിന്ദി പാട്ടൊക്കെ എഴുതി വെക്കും. ഹിന്ദി പാട്ട്, മലയാളം പാട്ട് ഇംഗ്ലീഷിലൊക്കെ ആക്കിയിട്ട് എഴുതി വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആൻസർ പേപ്പർ ഇൻവാലിഡ് ആണ്. മലയാളം പാട്ടോ ഹിന്ദി പാട്ടൊക്കെ എസ്എയിൽ കൂടെ എഴുതി വെച്ചാൽ മാർക്ക് ഉണ്ടാവില്ല, ഇൻവാലിഡ് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരം റിക്വസ്റ്റുകൾ നിങ്ങളെ ഞാൻ പാവമാണ്, എന്നെ സഹായിക്കണേക്ക് കാണാറുണ്ട്. അതൊക്കെ ഇൻവാലിഡ് ആണ്. അത് വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ വായിക്കാറുണ്ട്, ഉറക്കെ വായിക്കാറുണ്ട്. അപ്പോൾ തന്നെ ഇൻവാലിഡ് ആക്കാറുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. പറയണോ? നിങ്ങൾ ഒരു പ്രാവശ്യം മാൽ പ്രാക്ടീസിന് ശ്രമിക്കാൻ, നിങ്ങൾ തുണ്ട് കടലാസ് കൊണ്ട് കയറിയാൽ 3 വർഷം ഡീബാർ ചെയ്യും. ആ 3 വർഷം ഡീബാർ ചെയ്താൽ ഒരു PSC എക്സാം എഴുതാൻ പറ്റില്ല, ഒരു IAS എക്സാം എഴുതാൻ പറ്റില്ല. എന്ന് നിങ്ങൾ ഏത് ജോബിന് കയറിയാലും നിങ്ങൾ എൻക്വയറി നടത്തുമ്പോൾ കാണും, ഈ രേഖ കാണും. ചില ആളുകൾ തുണ്ട് കടലാസ് കൊണ്ടുപോയി, സാർ ഞാൻ വെച്ചിട്ടില്ല, വേണ്ട കൊണ്ടുപോകാനും പാടില്ല. നിങ്ങളെ പോക്കറ്റിൽ നിന്ന് പിടിച്ചു, സാർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, വേണ്ട ഉപയോഗിക്കണം നിർബന്ധമില്ല, തുണ്ട് കടലാസ് കൊണ്ടുപോയാൽ മതി. സാർ ഞാനൊന്നും എഴുതിയില്ല സാർ, ഞാൻ എടുത്തിട്ടുള്ളൂ, ആ മതി. അതിനകത്ത് യാതൊരു എക്സ്ക്യൂസും ഉണ്ടാവില്ല. പ്രിൻസിപ്പൽ വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ പ്രാവശ്യവും പറയുന്നതാണ്. നിങ്ങളെ എക്സാം തുടങ്ങുന്ന സമയത്ത് എല്ലാ അധ്യാപകരോടും ഓരോ എക്സാമിന് മുമ്പ് പറയും, തുണ്ട് കടലാസ് ഉണ്ടെങ്കിൽ പുറത്ത് വെച്ചോ. കാരണം പിന്നെ കിട്ടിയിട്ട് സാർ എന്നെ റിപ്പോർട്ട് ചെയ്ത്, കാരണം ആ ക്ലാസ്സിന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ പ്രിൻസിപ്പൽക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ക്ലാസ്സിൽ പിന്നെ ഇൻവിജിലേറ്റർ അയക്കുന്ന ആള് നിങ്ങൾ തുണ്ട് കടലാസ് ഉപയോഗിച്ചു എന്നുള്ള റിപ്പോർട്ട് ചെയ്താൽ, പിടിക്കപ്പെട്ടാൽ പിന്നെ ഒന്നും ചെയ്യില്ല.
നേരെ പ്രിൻസിപ്പൾ അടുത്ത് പോയിട്ട് പ്രിൻസിപ്പൾക്ക് ഡിസ്കഷൻ ഒന്നുമില്ല. ടീച്ചർ റിപ്പോർട്ട് ചെയ്ത പ്രിൻസിപ്പൾ യൂണിവേഴ്സിറ്റിക്ക് അയക്കും. അപ്പം തന്നെ യൂണിവേഴ്സിറ്റിക്ക് അയക്കും. ഓൺ ദ സ്പോട്ട് യൂണിവേഴ്സിറ്റിക്ക് അയക്കും. നിങ്ങൾ പ്രിൻസിപ്പൾ മുറിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അത് യൂണിവേഴ്സിറ്റിക്ക് അയക്കാറ് ചെയ്യാറ്. അത് 3 വർഷം പോവും. അപ്പോൾ ചില ആളുകൾ ചെയ്യുന്നുണ്ട് സാറേ, അപ്പുറത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് റിസ്ക് ഉണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്തോ, അത്രേ പറയാനുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ആര് അവിടെ ഇൻവിജിലേഷൻ വന്നാലും ഒരാൾ കോപ്പി എടുക്കേണ്ടി പെട്ടെന്ന് മനസ്സിലാവും, ഏത് അധ്യാപകൻ വന്നാലും. കാരണം കോപ്പി എടുക്കുന്ന ആളുടെ മുഖവും കൈകളും ബോഡി ലാംഗ്വേജും പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ എന്തോ കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം മനസ്സിലാവും, ഒറ്റയടിക്ക് മനസ്സിലാവും. നിങ്ങൾ എന്നാലും മനസ്സിലാവും, ആരും മനസ്സിലാവും. പിടിച്ചാൽ 3 വർഷം. അത് കഴിഞ്ഞ വർഷം നമ്മൾ മൊത്തം 8 പേര് 3 വർഷം പോയിട്ടുണ്ട്. 8 പേര് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇപ്പോഴും എൻറോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല, പറയുന്നില്ലല്ലോ. അവര് വക്കീൽ ഓഫീസ് ഒരു ജോലിക്ക് കയറിയ ഒരു പയ്യൻ, പ്രൈവറ്റ് ജോബ് കോഴിക്കോട്, അവിടുന്ന് പോലും പറഞ്ഞു വിട്ടു, ഒപ്പിടിച്ചു പറഞ്ഞിട്ട്. അത് ആരും എന്താ പറയാ, അത്ര പറയുന്നുള്ളൂ. ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കുക. യെസ്, നിങ്ങൾ എക്സാം കഴിഞ്ഞു. ഈ പല ആളുകൾ എക്സാം കഴിഞ്ഞിട്ട് മാർക്ക് വന്നു. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് എക്സ്റ്റേണൽ കിട്ടില്ല. ഇന്റേണൽ 25, 24 കിട്ടിയിട്ട് ഞാൻ ഒരാൾക്ക് 24 കൊടുത്തു. മിടുക്കനായിരുന്ന ആള്, അയാള് ഭയങ്കര ബഹളം വെച്ചു, സാറേ ഇന്റേണൽ 25 വേണം. അപ്പോൾ 25 ഇല്ല, അറ്റൻഡൻസ് ഇല്ല. അറ്റൻഡൻസ് 5 4 ഉള്ളൂ. അത് കുറെ കരഞ്ഞു പറഞ്ഞു, അറ്റൻഡൻസ് 5, ഞാൻ അറ്റൻഡൻസ് 4 ഉള്ളൂ. 24 കൊടുത്തു. അയാൾ എക്സ്റ്റേണൽ കഴിഞ്ഞപ്പോൾ വിളിച്ച് കരഞ്ഞു, സാറേ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എക്സ്റ്റേണൽ മാർക്ക് കിട്ടില്ല, കുറവായിരിക്കും മാർക്ക് കിട്ടുക, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കിട്ടില്ല. നിങ്ങൾ എത്ര എഴുതിയാലും എക്സ്റ്റേണൽ മാർക്ക് കുറവായിരിക്കും. ആ ബോധം ഉണ്ടായിരിക്കണം. എന്നാലും കൃത്യമായി എല്ലാം എഴുതുന്ന അത്രയും വിശദമായി, ഇത് ഡിസ്ക്രിപ്റ്റീവ് ആണ്, വീണ്ടും വീണ്ടും പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണിത്. അത്രയും വിശദീകരിച്ച് എഴുതണം. വിശദീകരിച്ച് ചെയ്താൽ പോയിന്റ് മാത്രം ഞാൻ മാർക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ പല കുട്ടികളും പേപ്പർ സ്ക്രൂട്ടിനി എടുത്തിട്ടുണ്ട്. സ്ക്രൂട്ടിനി എന്ന സംഭവം ഞാൻ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്ക്രൂട്ടിനി നിങ്ങൾ എഴുതിയ പേപ്പർ കാണാൻ പറ്റും, ആ പേപ്പറിനിട്ട മാർക്കും കാണാൻ പറ്റും. ഓരോ എസ്സേക്കും ഇട്ട മാർക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ പേപ്പർ കോപ്പി എടുക്കാം, കോപ്പി എടുത്ത് കൂട്ടി നോക്കിയിട്ട് എവിടെയാണോ മാർക്ക്. ഈ എസ്സേക്ക് ഞങ്ങൾ 8 മാർക്ക് പ്രതീക്ഷിച്ചു, പക്ഷെ എസ്സേക്ക് നിങ്ങൾ ആകെ 3 എഴുതിയിട്ടുള്ളൂ, 4 മാർക്ക് കിട്ടും. 3 പേജുള്ള എസ്സേ 4 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ 4 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ 8 പ്രതീക്ഷിച്ചു, 4 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എവിടെയാണോ മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് സ്ക്രൂട്ടിനി. നിങ്ങളുടെ പേപ്പർ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി തരും, ഓരോന്നിട്ട മാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് സ്ക്രൂട്ടിനി. എത്ര പൈസ അടക്കണം, എത്ര എമൗണ്ട് നിങ്ങൾക്ക് അറിയില്ല, 300-400 രൂപ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. റീവാലുവേഷൻ, നിങ്ങളുടെ പേപ്പർ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാം. അത് റീവാലുവേഷൻ ആകുമ്പോൾ നിങ്ങൾ ആദ്യം വാല്യൂ ചെയ്ത ആളല്ലാതെ വേറൊരാൾക്ക് അത് വാല്യൂ ചെയ്ത് അയക്കും. അപ്പോൾ നോക്കും എവിടെ ആദ്യം വാല്യൂ ചെയ്ത്. ഇപ്പൊ ആദ്യം വാല്യൂ അനീസാറാണ്, അപ്പൊ അനീസാർ അല്ലാതെ വേറെ ആൾക്ക് അയക്കും, ലോർമൻ സാറിന് അയക്കും, അല്ലെങ്കിൽ തൃശ്ശൂർ കോളേജ് ടീച്ചർക്ക് അയക്കും, അഭിലാഷ് സാറിന് അയക്കും. അപ്പോൾ ഞാൻ ആദ്യം വാല്യൂ ചെയ്ത ആള് അല്ലാതെ വേറെ ആളെ അയക്കും. അയാൾക്ക് അയക്കുമ്പോൾ ഞാൻ ഇട്ട മാർക്ക് ഉണ്ടല്ലോ, അപ്പൊ അനീസാറാണ് ആദ്യം വാല്യൂ ചെയ്തോളൂ, ഞാൻ ഇട്ട മാർക്കിന്റെ ആ പേജ് മുറിച്ച് മാറ്റിയിട്ടാണ് അയക്കുക. തൃശ്ശൂർ ലോ കോളേജ് അഭിലാഷ് സാറിന് അയച്ചു. അപ്പൊ അഭിലാഷ് സാറിന് ആദ്യം എത്ര മാർക്ക് കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇട്ടപ്പോ 50-ൽ 32 മാർക്കാണ് ഇട്ടത്. വീണ്ടും അഭിലാഷ് സാർ അയച്ചു. അഭിലാഷ് സാറിന് തരിക. അപ്പോൾ 1000 മാർക്കിൽ നിലനിൽക്കും. മോഡറേഷൻ ഉണ്ട്. നിങ്ങൾക്ക് പേപ്പർ ഒരു സെമസ്റ്ററിൽ 8 മാർക്ക് യൂണിവേഴ്സിറ്റി തരും. 8 മാർക്ക് മോഡറേഷൻ. ഒരു സെമസ്റ്ററിൽ 8 മാർക്ക്, 6 പേപ്പറിനും കൂടി കൂടിയിട്ട് 8 മാർക്ക് മോഡറേഷൻ യൂണിവേഴ്സിറ്റി തരും പാസ്സാവാൻ വേണ്ടിയിട്ട്. ഉദാഹരണം, നിങ്ങൾ 6 പേപ്പർ എഴുതി, 5 പേപ്പർ പാസ്സായി, മോഡറേഷൻ ഇല്ല, പാസ്സായ മോഡറേഷൻ ഇല്ല. ഒരു പേപ്പർ 45 മാർക്ക് കിട്ടി എങ്കിൽ ആ 45 50 ആക്കി തരും യൂണിവേഴ്സിറ്റി. ബാക്കി 3 പോയി, മാക്സിമം 8. നിങ്ങൾക്ക് ഒരു പേപ്പറിന് 5 പേപ്പറും പാസ്സായി, ഒരു പേപ്പർ 49 കിട്ടി, 1 മാർക്ക് മോഡറേഷൻ തരും, ബാക്കി 7 പോയി, ഉണ്ടാവില്ല. ഇനി
നിങ്ങൾക്ക് 5-6 പേപ്പറിൽ 3 പാസ്സായി. ഒന്നിന് 47, ഒന്നിന് 48, ഒന്ന് 41, 49. അപ്പൊ 47 3 50 ആക്കി, 49 50 ആക്കി. അങ്ങനെ 6 എത്ര പേപ്പർ പാസ്സാവാൻ ആ 8 മാർക്ക് ഉപയോഗിക്കാം? അത്രയും പേപ്പർ പാസ്സായി കൊടുക്കും. അപ്പൊ ഏതെങ്കിലും പേപ്പർ നിങ്ങൾക്ക് കറക്റ്റ് 50 മാർക്കാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം അത് മോഡറേഷൻ ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്തു. ഇനി നിങ്ങൾക്ക് സമയമാണ്. ഞാൻ സ്ലൈഡ് ഷെയറിങ് കുറച്ച് സമയം എടുത്തു, 50-52 മിനിറ്റ് എടുത്തു. ഞാൻ പ്രസന്റേഷൻ അവസാനിപ്പിച്ചു. ചോദ്യങ്ങളിലേക്ക് വരാം. പറ്റുമെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ചോദ്യങ്ങൾ അവസാനിപ്പിച്ചു. അത്ര സന്തോഷം. സർ, വാച്ച് ഒക്കെ അലൗഡ് ആണോ സർ? വാച്ച്, മൊബൈൽ ഒക്കെ അലൗഡ് ആണോ എക്സാം ഹാളിൽ? വാച്ച് അലൗഡ് ആണ്. മറ്റേ ഇലക്ട്രോണിക് മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താ പറയാ, ആ സ്മാർട്ട് വാച്ച് അലൗഡ് അല്ല. സ്മാർട്ട് വാച്ച് അതുപോലെ മൊബൈലും പറ്റില്ലല്ലോ? മൊബൈൽ അലൗഡ് അല്ല. സാർ ഒരു ഡൗട്ട് സാർ, ഈ കേസിലുണ്ടല്ലോ സാർ, നമ്മൾ എഴുതുമ്പോ ഇപ്പൊ സാർ ഇപ്പൊ ഡെറി വേഴ്സസ് സ്പീക്ക് എന്നൊക്കെ പറഞ്ഞത് കുറച്ച് ഫേമസ് കേസിലോ ആണ്. അപ്പൊ നമ്മൾ വേറെ കേസിലോ എഴുതുമ്പോ ഇപ്പൊ അതിപ്പോ ബുക്കിൽ ഉണ്ടാവും, നമ്മൾ നെറ്റിൽ നിന്ന് എടുത്താണെന്ന് വെച്ചോ. അപ്പൊ അത് സാർ ഗൂഗിൾ നോക്കുക അവര് ഹാളിന്ന്? മനസ്സിലായില്ല. ഹാളിന്ന് നമ്മളിപ്പോ ഒരു കേസിലോ എഴുതി സാർ, അതിപ്പോ നമ്മൾ ഫേമസ് അല്ലാന്ന് വെച്ചോ, ഇത് പറഞ്ഞത് മാതിരി. അപ്പൊ അവരിപ്പോ ആ കേസിൽ ഉണ്ടോന്ന് അവർ ചെക്ക് ചെയ്യോ? അത് വാല്യൂ ചെയ്യുന്ന ആളാണ് ഉദ്ദേശിച്ചല്ലേ? അതെ. ചിലപ്പോ ചെക്ക്, കാരണം അത് നോക്കുന്നതൊക്കെ ഏകദേശം അറിയാം. ഏകദേശം അറിയാം. നീ വേണേ ചെക്ക് ചെയ്യാറുണ്ട്. കൃത്യമായ കേസിൽ എഴുതാറുണ്ട് ആളുകൾ. ജസ്റ്റ് ആ കേസ് അടിച്ചു നോക്കും, ഗൂഗിൾ അടിച്ചു നോക്കും, ചെക്ക് ചെയ്യാറുണ്ട്. ചെക്ക് ചെയ്യാറുണ്ട്. കൃത്യമായ കേസ് നമുക്ക് ഏകദേശം ഇപ്പൊ കോൺട്രാക്ടിൽ 10-20 കേസിലോ നിങ്ങൾ എഴുതാൻ സാധ്യത നിങ്ങൾക്ക് അറിയാം. ടോട്ടൽ എന്താ കേസ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ എനിക്ക് അറിയാത്ത കേസ് എഴുതുകയാണെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യും, കേസ് ഉണ്ടോ നോക്കും. എനിക്ക് ചെയ്യാറുണ്ട്. താങ്ക് യു. ചോദ്യങ്ങൾ ചോദിച്ചോളൂ. കേസ് പ്രോബ്ലംസിൽ എത്ര ഇഷ്യൂ എഴുതണം? മിക്കവാറും ഒന്ന് മതി. ഒരു ഇഷ്യൂ ഉണ്ടാവുള്ളൂ. തൻവീറ, ഒരു ഇഷ്യൂ മതി കേട്ടോ. ഒരു ഇഷ്യൂ ഉണ്ടാവുള്ളൂ, ഒറ്റ. ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എക്സാം പേപ്പറിൽ ഒരു ഇഷ്യൂ ഉള്ള കേസാണ് സാധാരണ തരാറ്. 1 ഇഷ്യൂ ഈസ് ഇനഫ്. യെസ്, നിങ്ങള് വാച്ച് അലോഡ് 1 പേജ് മീൻസ് 1 സൈഡ്. യെസ് 1 പേജ് മീൻസ് 1 സൈഡ് കേട്ടോ. കേസ് പ്രോബ്ലംസ് എത്ര പറഞ്ഞു? പിന്നെന്താ 1 പേജ് സാർ പിന്നെന്താ ചോദിച്ചത്? പിന്നെ 9:30 12:30 എക്സാം ടൈം. 9:20 ആകുമ്പോൾ എക്സാം ഹാളിൽ കയറുക. ചിലപ്പോൾ ബസ് ബ്ലോക്ക് ആവും, റോഡ് ബ്ലോക്ക് വരാം, ട്രാഫിക് ഇഷ്യൂ വരാം, ഒക്കെ വരാം. ഒരു കാരണവശാലും 30 മിനിറ്റ് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ കിടക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യം കുട്ടികൾ 1 ഇയർ പോയി. ആ ക്ലാസ് കുട്ടികളൊക്കെ ബഹളം ഉണ്ടാക്കി. കാരണം 9:30 വരേണ്ട ആള് 10 മണിക്ക് വന്നു, 10 മണിക്ക് ക്ലോസ് ചെയ്തു. അത് ലിസ്റ്റ് ഒപ്പിട്ട് പോകും. പിന്നെ കയറാൻ കഴിയില്ല. നമ്മൾ ലിസ്റ്റ് കൊടുക്കും, യൂണിവേഴ്സിറ്റി കൊടുക്കും. അവൻ കുറെ കാരണം പറഞ്ഞു, പക്ഷെ അത് പിന്നെ കഴിയില്ല 30 മിനിറ്റ്സിനുള്ളിൽ. അപ്പൊ നിങ്ങൾ 10 മണിക്ക് 9-ന് എക്സാമിന് 9:20 ഹാളിൽ ഇരിക്കും എന്നുള്ള ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇയർ വേണ്ട പറഞ്ഞു. പിന്നെന്താണ് സാർ, കേസ് എഴുതുമ്പോൾ സൈറ്റേഷൻ നിർബന്ധമാണോ? അല്ല. ഓക്കെ, യെസ്. മക്കളെ ചോദ്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒരേ ഇങ്കാണ് നല്ലത്. യെസ്. അപ്പൊ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ തന്നെ ഉപയോഗിക്കുക ഉണ്ടോ. പിന്നെ ബ്ലാക്കിലേക്ക് പോകണ്ട. അപ്പൊ 2-3 ബ്ലൂ. ഒരു എസ്ഐയിൽ മിനിമം എത്ര കേസിലോ? 3-4 കേസിലോ. സാർ, ഈ സബ്മിറ്റിംഗ് ഒക്കെ എഴുതുമ്പോഴേ നമുക്ക് അത് റെഡിങ്ങിലൊക്കെ മാർക്ക് ചെയ്യാവോ? റെഡിങ് വേണ്ട. റെഡിങ് ഉപയോഗിക്കാൻ പാടില്ല. അല്ല, ബ്ലൂയിൽ എഴുതി ബ്ലാക്കിൽ മാർക്ക് ചെയ്യുകയൊക്കെ ചെയ്തൂടെ? അത് കുഴപ്പമില്ല. ബ്ലൂയിൽ എഴുതി ബ്ലാക്ക് മാർക്ക് ചെയ്യാം. സബ്മിറ്റ് അങ്ങനെ ചെയ്യാം. മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വേറെ ഉപയോഗിക്കാം. പക്ഷെ റെഡ് വേണ്ട. ബ്ലൂയിൽ എഴുതി ബ്ലാക്ക് മാർക്ക് ചെയ്യാം. ഈ ബ്ലാക്കിൽ എഴുതുന്ന ബ്ലൂയിൽ മാർക്ക് ചെയ്യാം. ഓൾട്ടർനേറ്റീവ് ആയി ഉത്തരം എഴുതാം. ഉദാഹരണമായിട്ട് 8 ഷോർട്ട് ആൻസർ ഉണ്ട്. നിങ്ങൾക്ക് 8 ഷോർട്ട് ആൻസർ അറിയാം. പക്ഷെ സമയം നോക്കണേ. 1 ഹവറിനുള്ളിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ എസ് പണി പാളും. 8 ആൻസർ എഴുതാം. അപ്പൊ എന്ത് ചെയ്യും? ഏറ്റവും ബെസ്റ്റായ എല്ലാത്തിനും മാർക്ക് ഇടും. 8 മാർക്ക് ഇടും. എന്നിട്ട് ഏറ്റവും ബെസ്റ്റായ 5 എടുക്കും. മിക്സഡ് അലൗഡ് അല്ല കേട്ടോ. മിക്സഡ് ഇങ്ക് അലൗഡ് അല്ല. സാർ, ലാംഗ്വേജ് എഫിഷ്യൻസി ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ലാംഗ്വേജിന്റെ പർപ്പസ് കാര്യങ്ങൾ മനസ്സിലാണെന്നുള്ളതാണ്. ഭയങ്കരമായി ശശി തരൂർ എഴുതുമ്പോഴൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ എഴുതിയാൽ ഒരു പേപ്പർ വായിച്ചു നോക്കിയാൽ അത് എനിക്കും നിങ്ങൾക്കൊക്കെ പറ്റും. വായിച്ചു നോക്കിയാൽ ഈ കുട്ടി പഠിച്ചിട്ടുണ്ടോ മനസ്സിലാവും. ഇങ്ക് പെൻ യൂസ് ചെയ്യാമോ? യൂസ് ചെയ്യാം. പക്ഷെ ഇങ്ക് പരന്ന് കിടക്കരുത്. പക്ഷേ പരന്നിട്ട് പേപ്പർ വൃത്തികേടാവരുത്.
ഓർഡറിൽ തന്നെ എഴുതണോ വേണമെന്നില്ല. ആദ്യം ലെസ് എഴുതാം, പിന്നെ പ്രോബ്ലത്തിലേക്ക് പോകാം, പിന്നെ ഷോർട്ട് ആൻസർ എഴുതാം, അത് തെറ്റൊന്നുമില്ല. ഓർഡർ തന്നെ എഴുതാൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴും അറിയുന്ന ഒരു ആൻസറാണ് ആദ്യം എഴുതേണ്ടത്. അത് ഷോർട്ട് ആൻസർ ആയാലും പ്രോബ്ലം ആയാലും. ഷോർട്ട് ആൻസർ എത്ര കേസിലോ ഒരു മിനിമം 1 കേസിലോ ഷോർട്ട് ആൻസറിൽ മതി. ഷോർട്ട് ആൻസർ ഒരു കേസിലോ മതി, ഒരു കേസിലോ. ഓക്കെ. യെസ്, ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മൾ നോക്കാറില്ല. കണ്ടന്റ് ഉണ്ടോ നോക്കുന്നുള്ളൂ. ഈ കുട്ടി പഠിച്ചിട്ടുണ്ടോ അത് വേഗം മനസ്സിലാവുന്നേ. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ആൻസർ പേപ്പർ കിട്ടിയാൽ ഇയാൾ പഠിച്ച ആളാണോ ഉഡായിപ്പാണോ പെട്ടെന്ന് മനസ്സിലാവും. വർക്ക് ചെയ്തിട്ടുണ്ടോ അല്ലേ. അപ്പൊ ഗ്രാമർ ഒരു ഈസി വാസ് വന്നു അല്ലെങ്കിൽ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഗ്രാമറിന്റെ മുകളിൽ നമ്മൾ പിടിക്കുന്നില്ല. പഠിച്ചോ ഇല്ല എന്ന് നോക്കുന്നുള്ളൂ വാല്യൂ എന്ന ആംഗിൾ കേട്ടോ. പാർട്ട് എ പാർട്ട് ബി എന്നൊരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ വേണോ നിങ്ങൾ കൃത്യമായ ഓർഡറിലാണെങ്കിൽ ആദ്യം പാർട്ട് എ 1 2 3 4 5, പിന്നെ ഓരോ പ്രാവശ്യം പാർട്ട് എ വേണ്ട, പിന്നെ പാർട്ട് ബി 1 2 3 1 2, പിന്നെ പാർട്ട് സി കുഴപ്പം. ഇനി കൃത്യമായ ഓർഡർ അല്ലെങ്കിൽ പാർട്ട് എ 1, പിന്നെ പാർട്ട് സി ബ്രാക്കറ്റിൽ 2, പിന്നെ പാർട്ട് ബി. അങ്ങനെ ഓർഡർ അല്ലെങ്കിൽ പാർട്ട് എ പാർട്ട് ബി എഴുതുന്നത് നല്ലതാണ്. നമുക്ക് സയൻസ് സബ്ജക്റ്റിൽ എക്സാം ഹാളിൽ ക്ലർക്ക് ടേബിൾസ് കൊണ്ടുപോകുന്ന പോലെ എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ബുക്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് മാനേജ്മെന്റ് ഉണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ഉറപ്പില്ല. മാനേജ്മെന്റ് ഇപ്പൊ ഉണ്ടാവും, ലോയ്ക്കില്ല കേട്ടോ. ഇനി മാനേജ്മെന്റ് പേപ്പറിൽ ഇത് ഉപയോഗിക്കാറുണ്ടോ? ലോഗരിതം ടേബിൾ ഉപയോഗിക്കാറുണ്ടോ? അത് നിങ്ങൾ നോക്കണേ. അത് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. മാനേജ്മെന്റ് നിങ്ങൾ ചോദിക്കണം. മാനേജ്മെന്റ് ലോയിലില്ല. അത് 3 ഇയർ കോഴ്സുകാർക്ക് ഉറപ്പിച്ച് പറയാം, ലോയിലില്ല. 5 ഇയറിൽ മാനേജ്മെന്റ് പേപ്പറിൽ കാൽക്കുലേറ്ററോ ലോഗരിതമോ എന്തോ ഉണ്ടെങ്കിൽ ഈ സമ്മിൽ ഇല്ല അത്. ഓക്കെ, ഈ സമ്മിൽ ഇല്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, യെസ്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, അല്ലെങ്കിൽ നമുക്ക് സെഷൻ ഇല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കണം. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ എന്താ പറയാനുള്ളത്, ടെൻഷൻ എടുക്കൊന്നും വേണ്ട, രസമാണ്. നമ്മളെ പാരൻസ് ഒക്കെ ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് നമ്മളെ ഇവിടെ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ പുറത്ത് വാടകയ്ക്ക് വീടൊക്കെ എടുത്ത് താമസിക്കുന്നത്. അവരതിൽ പൈസയൊന്നും ഇല്ല. എന്നിട്ട് 4000 5000 6000 ഒക്കെ നമുക്ക് വേണ്ടി മുടക്കുന്നത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിക്കാനുള്ള ഉത്തരവാദിത്തമാണ് നമ്മുടെ ഉത്തരവാദിത്തം. തോറ്റാൽ തോറ്റു തന്നെ പറയുള്ളൂ. തോറ്റലോട് ആരും ഉണ്ടാവില്ല. ജയിക്കുന്നവരുടെ ലോകമാണ് ലോകം, വീണവന്റെ ലോകമല്ല. വീണവൻ പുറത്താവും, ഔട്ടാവും. അപ്പോൾ മാക്സിമം വർക്ക് ചെയ്തോ ഇനിയുള്ള ഓരോ മിനിറ്റും. കാരണം നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് തോൽക്കാനല്ലോ. നമ്മൾ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് കോടിക്കണക്കിന് മനുഷ്യന്മാരിൽ ഒരാളായിട്ടാണ്. ഒരു ബീജം ആണ് അണ്ടവുമായി ചേർന്ന് ഭൂമിയിലേക്ക് വന്നത്. കോടിക്കണക്കിന് ആളുകൾക്കിടയിലാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. കോടിക്കണക്കിന് ആളുകൾ ഓടി വിജയിച്ചത് നമ്മൾ തോൽക്കാനുള്ള ജീവിതമല്ല. നമ്മൾ ലൈഫ് പൊരുതാനുള്ളതാണ്. നമ്മൾ ലൈഫ് ഒരു ലൈഫുള്ളൂ. പൊരുതനമാണ്. അവസാന നിമിഷവും പൊരുതിക്കൊണ്ടിരിക്കണം. വിടരുത്. ജീവിതം നൽകാൻ മടിക്കുന്നൊക്കെയും ജീവിച്ചു ജീവിതത്തോട് നേരിടും. ഇത് ഫൈറ്റ് ചെയ്യാനുള്ള. എനിക്കൊരാളും മുകളിൽ നിന്ന് ഒരാളിങ്ങനെ ഇറക്കി തരേണ്ട ആവശ്യമില്ല. ഒരാളിങ്ങനെ തരണ്ട. എനിക്കുള്ള ഞാൻ ഫൈറ്റ് ചെയ്യുന്നോടും. ബിക്കോസ് ഐ എം എ ഫൈറ്റർ. നമ്മൾ ഫൈറ്ററാണ്. അതുകൊണ്ട് ഇതൊരു അവസരമാണ്, ഇതൊരു വെല്ലുവിളിയാണ്. എന്നെ ഞാൻ മാറ്റിയെടുക്കും. ഞാൻ വായിക്കും, ഞാൻ പഠിക്കും, എന്നെക്കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം. എക്സാമുകളിൽ ചില ആളുകളുടെ എക്സാമുകളിൽ 1/2 മണിക്കൂറാകുമ്പോൾ ഇറങ്ങി പോകുന്നത്. 3 മണിക്കൂർ നിന്ന് ഫൈറ്റ് ചെയ്യുക. സാർ, ആവറേജിന് താഴെയുള്ള സ്റ്റുഡൻസ് പാസ്സാവും. ആവറേജ് താഴെയൊന്നുമില്ല. ഈ അഭിനവ മനോജ് എന്ന് അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ ആവറേജ് താഴെ. നമ്മൾ എക്സലന്റ് അല്ലേ. നമ്മളെവിടെ ആവറേജ് താഴെ. നമ്മൾ എക്സലന്റ് ആണ്. നമ്മൾ പൊരുതും, പാസ്സാവും. നമ്മൾ എപ്പോഴും പിന്നീട് ആലോചിച്ച് നോക്കൂ. നമ്മൾ വെറുതെ മൊബൈലിൽ കളിച്ച സമയമാണോ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷമായി തോന്നുന്നത്? അത് രാത്രി ഉറക്കം വെച്ച് പഠിക്കുകയും രാവിലെ എണീറ്റ് പഠിക്കുകയും ചെയ്യുന്ന സമയമാണ് നമ്മളെ പിന്നെ ആലോചിക്കുമ്പോൾ തോന്നുന്നത്. നമുക്ക് വേസ്റ്റ് ആക്കുന്നല്ല. ഓരോ മിനിറ്റും വായിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അഭിനവ മനോജ് ആവറയൊന്നും അല്ലെന്നേ. ആവറയല്ല. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കും. 2 എലികൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ
എന്താ കാര്യം? പാവാണ്, ഒന്നും അറിയില്ല, ഒരു വിവരമില്ല, ഒന്നും ഒരു നോളയും ഇല്ല. ആര് ബഹുമാനിക്കാൻ സുഹൃത്ത്? നമ്മളുള്ളതൊക്കെ നമ്മൾ നേടിക്കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയതാണെന്നേ. അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നോട്ട് പോവുക. രവീന്ദ്രൻ കോട്ടിലത്ത് സാർ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞ ഞാൻ ഓർക്കട്ടെ. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് പിന്നെ എക്സാം സീരിയസ് എടുക്കുക. എക്സാമിന് ചില ആളുകൾ അത് തലേന്ന് വായിച്ചാൽ പോരെ എന്ന് പറഞ്ഞിട്ട് സീരിയസ്നെസ് ഉണ്ടാവില്ല. രണ്ടാമത്തെ പോയിന്റ് ഞാൻ മറന്നുപോയി, ആർക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഒന്നാമത്തെ പോയിന്റ് ആണ് എക്സാം സീരിയസ് എടുക്കുക. രണ്ട്, ഫോക്കസ് ഓൺ ഇന്റേണൽ മാർക്ക് ആണ് പറഞ്ഞത്, മറന്നുപോയി, അതായിരിക്കും. സെക്കൻഡ് പോയിന്റ് ഞാൻ മറന്നുപോയി. അതാണോ പറഞ്ഞത്? സെക്കൻഡ് പോയിന്റ് അതായിരുന്നു, ഓർമ്മയില്ല. സെക്കൻഡ് പോയിന്റ് ഓർമ്മയില്ല, മറന്നുപോയി. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ എക്സാമിന് സീരിയസ് ആയി എടുക്കുക എന്നാണ് ഫസ്റ്റ്. മറ്റൊരെണ്ണം ഒന്ന് നോക്കാം, ഒരു സെക്കൻഡ് ഒന്ന് നോക്കട്ടെ, സെക്കൻഡ് നോക്കാം. സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് തന്നെയാണ് ഫോക്കസ് ഓൺ ഇന്റേണൽ മാർക്സ്. ഇന്റേണൽ മാർക്ക് 25-ൽ 22 23 കിട്ടാൻ എളുപ്പമാണ്, പക്ഷെ എക്സ്റ്റേണൽ മാർക്ക് കിട്ടാൻ പ്രയാസമാണ്. യെസ്, ഇന്റേണൽ മാർക്സ് മാക്സിമം വാങ്ങിക്കാം. അപ്പൊ മക്കളെ, നമ്മളൊരു ഫൈറ്റാണ്, ഒരു യാത്രയാണ്, ഇതൊരു തപസ്സാണ്, ഇതൊരു സപര്യയാണ്. ഇത് നമ്മൾ വല്ലാതെ ഒരു ആവേശം കൊള്ളിക്കുന്നതാണ്. നമ്മൾ മുന്നോട്ട് അധ്വാനിച്ച് നേടുന്ന എല്ലാറ്റിനും വില ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇനിയുള്ള എക്സാം എന്നാണ്? ജനുവരി 5. ഞാൻ ചോദിക്കട്ടെ, 19 ഒരു പ്രശ്നം. ഇതുവരെ ഒന്നും വായിക്കാത്ത ഒരാളും, ഇതുവരെ എക്സാമിന് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത ആളും ഇനിയുള്ള 15-16 ദിവസം വായിച്ചാൽ മതി, ഉറപ്പായിട്ടും. ഞാൻ ഉറപ്പ് തരുന്നു, ഇതുവരെ ഒന്നും വായിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഇനിയുള്ള 15-16 ദിവസം സിസ്റ്റമാറ്റിക്കായി വായിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല മാർക്കോടെ പാസ്സാകും, ഉറപ്പായിട്ടും, ഷുവർ. ഇനി കേട്ടില്ല? സ്റ്റഡി ലീവ് നമ്മൾ തരും. നിയമപ്രകാരം സ്റ്റഡി ലീവ് ഒന്നുമില്ല, എന്നാൽ നമ്മൾ തരും. കാരണം യൂണിവേഴ്സിറ്റി ഷെഡ്യൂളിൽ സ്റ്റഡി ലീവ് ഇല്ല, പക്ഷേ നമ്മൾ ഒരു 1 വീക്ക് സ്റ്റഡി ലീവ് ഉണ്ടാവും കേട്ടോ. 19 ആണെങ്കിൽ ഒരു 12-ാം തീയതി സ്റ്റഡി ലീവ് തരും. അത് ക്ലാസ് റെപ്പിനോടൊന്ന് പ്രിൻസിപ്പൾ ബന്ധപ്പെടാൻ വേണ്ടി പറയണം, ക്ലാസ് റെപ്പ് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ 1 വീക്ക് സ്റ്റഡി ലീവ് തരും കേട്ടോ, തരും. സാറേ, മറ്റു ഡിഗ്രി സബ്ജക്ട് പോലെ തന്നെയാണോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലോ സബ്ജക്റ്റിന്റെ കാര്യത്തിലും? ആദ്യം എക്സാം എഴുതി കഴിഞ്ഞ B ഗ്രേഡ് കിട്ടിയ കുട്ടി റിവാഷൻ കൊടുത്ത് A ഗ്രേഡ് വാങ്ങുന്ന അവസ്ഥ ഉണ്ടോ? ചിലപ്പോൾ ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഏതെങ്കിലും പേപ്പറിനൊക്കെ മാർക്ക് കുറഞ്ഞ ആള് ചിലപ്പോൾ രണ്ട് പെർസ്പെക്റ്റീവ് അല്ലേ. ഇപ്പൊ ഞാൻ മാർക്ക് ഇടുമ്പോൾ വളരെ കുറച്ചിടുന്നു, തൃശ്ശൂർ ലോ കോളേജ് സാർ ഇടുമ്പോൾ കുറച്ച് കൂട്ടിയിടുന്നു, അങ്ങനെ സംഭവിക്കാം. പിന്നെ മാർക്ക് മാറാം, അത് നോക്കുന്ന ആളുടെ പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ മാർക്ക് ഇടുകയാണെങ്കിൽ അതിന് വിവരം കണ്ടന്റ് ഉണ്ട്, ലാംഗ്വേജ് ഒന്നും ഇല്ല, അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടൊന്നുമില്ല, എന്നാലും വായിച്ചിട്ടുണ്ട്, അറിവുണ്ട്, പാസ്സായി പോട്ടെ എന്നുള്ളത്. ചിലപ്പോൾ 26 മാർക്കുകൾ എന്ത് ചെയ്യും, ഞാൻ 30 ഇടുന്നു, അവൻ പാസ്സാവും. ചിലപ്പോ ചില ആള് 26 അവിടെ കിടക്കട്ടെ 30, അപ്പൊ 26 മതി, ഞാൻ തള്ളിക്കറി പാസ്സാവൊന്നും വേണ്ട, ഒന്നൊന്നും പഠിച്ച് എഴുതിക്കോട്ടെ, അങ്ങനെ വരാം. അപ്പൊ രണ്ട് വ്യൂ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ചില മാർക്കുകൾ റീവാലുവേഷൻ മാറാറുണ്ട്. പിന്നെ കോളേജ് ടീച്ചർ ആകുമ്പോൾ എക്സാം ഹാൾ, കോളേജ് ടീച്ചർമാരാണ് എക്സാം ഹാൾ ഉണ്ടാവുക കേട്ടോ. അത് കൃത്യമായ നിർദ്ദേശം പ്രിൻസിപ്പൾ കൊടുക്കും, എല്ലാ ടീച്ചർമാരെയും മീറ്റിംഗ് ആദ്യം വിളിക്കും. ഒരു മാൽ പ്രാക്ടീസ് ഉണ്ടാകാൻ അനുവദിക്കില്ല. എന്നാലും മാൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് അവിടെ ജീവൻ മരണ പോരാട്ടമായിരിക്കും, അവിടെ ലക്കാണ്. ചിലപ്പോൾ പിടിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിടിക്കാൻ വേണ്ടി കൃത്യമായ നിർദ്ദേശം കൊടുക്കാറുണ്ട്. വല്ലാതെ ഡിഫറൻസ് വരുന്നുണ്ട് ബാക്കി സബ്ജക്റ്റിന്റെ കാര്യത്തിൽ, വരാറുണ്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വരാം, ചിലപ്പോൾ ചില നോക്കുന്ന ആളുകളുടെ ആംഗിളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരു എസ് എഴുതുമ്പോൾ ഒരാൾ 8 മാർക്ക് കൊടുക്കുന്നു, ചിലർക്ക് അത് 6 തോന്നുന്നുള്ളൂ, അങ്ങനെ ചിലപ്പോൾ വരാം, കുഴപ്പമില്ല. സാർ, കോളേജിൽ ക്ലാസ് റൂം ഒക്കെ 5 മണിക്കുമ്പോൾ അടക്കുന്നു, ചേഞ്ച് വരുത്താം കേട്ടോ. 2 ക്ലാസ് റൂം തുറന്നു തരാറുണ്ട് എക്സാം സമയത്ത്. നമ്മൾ 2 ക്ലാസ് റൂം, അത് ലൈബ്രറിയുടെ അടുത്തുള്ള റൂം നമ്പർ 11-ഉം 12-ഉം രാത്രി 10 മണി വരെ. ഇനി ഒരു 11 മണി ആയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വന്നോളൂ. ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് ക്ലാസ് കഴിയും, 1-2 ക്ലാസ് കഴിയും. 2 മുതൽ രാത്രി 10 മണി 11 മണി വരെ ആ 2 ക്ലാസ് റൂം തുറന്നു തരാം, ഉപയോഗിക്കണം. മൊത്തത്തിലൊരു എക്സാം കൾച്ചർ ഉണ്ടാക്കണം. കാരണം കുറച്ച് ആളുകൾ മടിയന്മാരാകും, അവരിങ്ങനെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കും. അതിപ്പോൾ പഠിക്കണ്ട, പിന്നെ പഠിക്കാം, അപ്പോൾ കറങ്ങാൻ പോവാം, നമുക്ക് ബൈക്ക് എടുത്ത് പോവാം, പുറത്തു പോവാം. അപ്പൊ അങ്ങനത്തെ കൾച്ചറിന് എക്സാം കൾച്ചറിലേക്ക് എല്ലാവരും വായിക്കുകയും പഠിക്കുന്ന കൾച്ചർ ഉണ്ടായിക്കോ. നമ്മുടെ ലൈഫാണ്, ഈ പറഞ്ഞ ആരും ഉണ്ടാവില്ല, ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല, തോറ്റു പോയാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കോളേജിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന എല്ലാ സാർ essay 4 പേജ് എഴുതിയാൽ മാക്സിമം 4 പേജ് എഴുതിയാൽ 6-6.5 മാർക്ക് കിട്ടും. ഇതൊക്കെ പേജിലല്ല കാര്യം, കണ്ടന്റിലാണ്. എന്നാലും ആവറേജ് പറയാണ്
6 മാർക്ക് കിട്ടും. അത് 6 പേജാക്കുകയാണെങ്കിൽ 8 മാർക്ക് കിട്ടും കേട്ടോ. ലൈബ്രറി ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുമോ? ഈവനിങ് സംസാരിക്കണം, ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒരു 1 hour ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സ്ട്രാ സമയത്ത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. അത് ഞാൻ പ്രിൻസിപ്പൾ അല്ലല്ലോ, പ്രിൻസിപ്പളോട് സംസാരിക്കണം. ക്ലാസ് ഇപ്പോൾ ഒന്ന് വരാൻ പറയണേ. പിന്നെ ലൈബ്രറി ടൈം ലിമിറ്റഡ് ആയി ഫീൽ ചെയ്തിട്ടുണ്ട്. ഓൺലി 5 PM. ധനുഷ, അവർ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അവർ 10 to 5 ആണ് ജോലി ചെയ്യേണ്ടത്. അവർ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അപ്പൊ അവർക്കത് എന്താ സർക്കാർ അവർക്ക് പറഞ്ഞ ടൈം 10 to 5 ആണ്. നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി, പഞ്ചായത്ത് ഓഫീസിൽ പോയി, താലൂക്ക് ഓഫീസിൽ പോയി, ഒക്കെ 10 to 5 തന്നെയാണ്. അപ്പൊ ലൈബ്രറി സ്റ്റാഫ് 10 to 5 ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അവരോട് സംസാരിച്ചിട്ട് നമുക്ക് 1 hour ഒക്കെ എക്സ്ട്രാ ഇരിക്കാൻ പറ്റുമോ ചോദിച്ചു നോക്കാം, അത്രേ ഉള്ളൂ. സാർ, പേജിന്റെ എണ്ണത്തിനാണോ കണ്ടന്റ് വൃത്തിയാക്കി എഴുതിയാൽ പോരെ? സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ ടൈം മാനേജ്മെന്റ് നല്ല അതാണ് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് വരുന്നവരാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാവാറുള്ളത്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന കുട്ടികൾക്ക് ഡിസ്ക്രിപ്റ്റ്, ഞാൻ പേജിന്റെ ഒരു ആവറേജ് പറഞ്ഞോളൂ, ഇനി പേജ് എണ്ണത്തിൽ തന്നെ നിങ്ങൾ വാശി പിടിക്കരുത്, ആവറേജ് പറഞ്ഞതാണ്. പക്ഷെ എന്നാൽ പോലും സയൻസ് എഴുതുന്ന ആളുകൾക്ക് കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവ് എഴുതാൻ കഴിയില്ല. അത് IAS ഒക്കെ എഴുതുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് തന്നെയാണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാൻ പറ്റണം. വേണമെങ്കിൽ 2 ടീമാണ് കുറച്ച് പിന്നോക്കം നിൽക്കാറ്. ഒന്ന് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ആളുകൾ, മറ്റുള്ളവർ +2 സമയത്ത് പോലും ഡിസ്ക്രിപ്റ്റ് എഴുതി ശീലിച്ച ആളാണ്. ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട്, എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു, മാത്സ് ആയിരുന്നു പഠിച്ചിരുന്നത്. പോയിന്റ് മാത്രം എഴുതുക, അത് പോരാ, എക്സാമിന് പോരാ എന്നുള്ളതാണ്. അപ്പൊ എനിക്കതേ പറ്റുള്ളൂ, ഭാഷിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒന്ന് സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള അവർ ചെയ്യേണ്ട കാര്യം, എൻ്റെ അനുഭവം എന്ന് പറയാണ്, ഒന്ന് എഴുതി നോക്കുക. ഒരു essay ഒക്കെ എഴുതി നോക്കുക, അല്ലെങ്കിൽ പ്രോബ്ലത്തിൽ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഒരു ഷോർട്ട് ആൻസർ ഒന്നുകൊണ്ട് എഴുതി എല്ലാ ദിവസവും ഒരു 15 to 20 മിനിറ്റ് എഴുതിക്കൊണ്ടേ ഇരിക്കുക. ചില ആളുകൾക്കുള്ള പ്രശ്നം വെച്ചാൽ പറയാൻ അറിയും, എഴുതാൻ അറിയില്ല. ഇത് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ വക്കീലായിട്ടുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പൊ അത് പിന്നെ എഴുതി നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ 2, പ്രായമുള്ള ആളുകൾ ക്ലാസ് റൂമിൽ ഭയങ്കര സൂപ്പറായിരിക്കും, ഭയങ്കര ക്വസ്റ്റ്യൻ ചോദിക്കും, സംശയങ്ങൾ ചോദിക്കും, അഭിപ്രായങ്ങൾ പറയും. പക്ഷേ പേപ്പർ ഉണ്ടാവില്ല. അപ്പൊ കാരണം അവർ 30 കൊല്ലമായിട്ടൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. പിന്നെ വേറെ ജോലി പഠനത്തിന് വിട്ടിട്ട് 60 വയസ്സിലേക്ക് വരുന്ന ആളുകളല്ലേ, അവരോടും പറയാനുള്ളത് എഴുതിക്കൊണ്ടിരിക്കൂ. ദിവസം 15 മിനിറ്റോ 20 മിനിറ്റോ എഴുതിക്കൊണ്ടിരിക്കൂ. സോ ലൈബ്രറി അവേഴ്സ് കൂടുതലായി കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഞാൻ പറയാം, അവർക്ക് നിയമപ്രകാരം ഗവൺമെന്റ് എംപ്ലോയീസ് ഉള്ളതൊക്കെ 10 to 5 ആണ് ടൈം. അപ്പൊ നിങ്ങളൊരു ഗവൺമെന്റ് എംപ്ലോയീസ് ഇഷ്ടംപോലുണ്ട്, നിങ്ങളോട് 6 മണി വരെ ഇരിക്കണം എന്ന് പറയാനുള്ള അവകാശം ഗവൺമെന്റ് ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, പ്രിൻസിപ്പളുമായി സംസാരിച്ചിട്ട് 1 hour ഒക്കെ റിക്വസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഈ ലൈബ്രറിയിൽ കൂടുതൽ ഇരിക്കണം എന്തിനാണ്? പുസ്തകം കിട്ടാൻ വേണ്ടിയിട്ടാണോ? അത് ഇരിക്കാനാണെങ്കിൽ നമുക്ക് 2 റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂം നമ്പർ 11ഉം 12ഉം. ലൈബ്രറിക്ക് അടുത്തുള്ള 2 റൂമുകൾ പഠിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ലൈബ്രറിയുമായി സംസാരിച്ച ടൈം ലിമിറ്റ് അല്ല, പീരിയഡ് ആയിട്ട് ഉദ്ദേശിച്ച സാറിന് മനസ്സിലായില്ല. ലൈബ്രറി അവർ കൂട്ടാണ് വേണ്ടത്. ലൈബ്രറി അവറാണ് കൂടുതൽ തരാം. ലൈബ്രറി അവർ കൂടുതൽ തരാം. മനസ്സിലായി. ലൈബ്രറി അവർ കൂടുതൽ തരാം. ഓക്കെ, യെസ്, താങ്ക് യു. യെസ്, അപ്പൊ നമ്മൾ പാസ് ആണ്. ഞാൻ നിർത്തി. ഞാൻ എപ്പോഴും നിർത്തിയാണ്. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ദേവദത്ത് ഡൗട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ സാർ ഒരു ഡൗട്ട്, ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാനൊക്കെ കൂടുതൽ നമ്മൾ ഹൗ ടു സോൾവ് എന്ന് ഇല്ല, മെത്തേഡ് ഇല്ലേ? ബട്ട് ലോ സബ്ജക്ട് കൂടുതലും മെമ്മറൈസ് ചെയ്യുമ്പോൾ മറന്നു പോവാതെ ഇരിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ഓർക്കാൻ എളുപ്പ വഴിയുണ്ടോ? മറന്നു പോകാതിരിക്കാനുള്ള മാർഗം റിവിഷൻ തന്നെയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എനിക്ക് ടോട്ടൽ നിങ്ങൾ 20 കേസ് ഉണ്ടാക്കി തന്നു. ഒരു 4-5 പേജിൽ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഒരു കേസ് കൊണ്ട് ഹെഡിങ് തന്നു, 3-4 വരിയിൽ മെയിൻ പോയിന്റ് പറഞ്ഞു. 20 കേസിൽ വന്നു. ഞാൻ 20 കേസിലോ ഒരു 15-16 വട്ടം പഠിച്ചാൽ എനിക്ക് ആ കേസ് കേൾക്കുമ്പോഴേക്ക് കണ്ടന്റ് കിട്ടും. അത് എത്ര വട്ടം റിവിഷനാണ് പ്രധാനം. നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ, മെറ്റീരിയൽസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം വായിച്ചാൽ താഴെ 1 വരടുക, വീണ്ടും വായിക്കുന്നു താഴെ 2 വരടുക, പിന്നെ 2-3 മണിക്കൂർ വീണ്ടും വായിക്കുന്നു 3 വരടുക. ഒരു 15-16 തൊട്ടം വായിക്കുമ്പോഴേക്ക് ഉറപ്പായിട്ടും ഫോട്ടോഗ്രാഫിക് മെമ്മറി പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയി ഓർക്കാൻ പറ്റും, ഉറപ്പാണ്. വീണ്ടും കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കും. അപ്പൊ 20 കേസിലാണ് ടോട്ടൽ ആകെ പഠിക്കുന്നുള്ളൂ. 20 കേസിലോ ആ 20 കേസിലോട്ട് മെറ്റീരിയൽസ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ, കിടക്കുമ്പോൾ, തലണേന്റെ മുകളിൽ തലച്ചൊക്കെ കിടക്കുമ്പോൾ കയ്യിലിങ്ങനെ വായിക്കുക. ആ കേസിലോ വായിച്ച് ഇങ്ങനെ ഉറങ്ങിക്കോട്ടെ. ആ 20 കേസിൽ വേറെ പഠിപ്പിക്കുക. ആ 20 കേസിലോ ഉറക്കങ്ങനെ പറഞ്ഞു നോക്കുക. ആ 20 കേസിലോ കണ്ണാടിക്കും പറഞ്ഞു നോക്കുക. ആ 20 കേസിലോ നിങ്ങളൊരു മൊബൈലിൽ പറഞ്ഞിട്ട് പോകുമ്പോൾ ആ മൊബൈലിൽ കേട്ടുകൊണ്ടിരിക്കുക. ആ 20 കേസിലോ പേരും അതിനും കണ്ടന്റും ജസ്റ്റ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക.
വീണ്ടും 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 വായിച്ചുകൊണ്ടിരിക്കുക. ചെറിയ നോട്ട് പാഡ് എടുക്കുക. ബസ് പോകുമ്പോൾ ഇപ്പോൾ ആ കേസിലോ ഡെറി വേഴ്സസ് സ്പീക്ക് എന്ത് സംഭവം, അടുത്ത കേസിലോ ബസ് പോകുമ്പോൾ ചെറിയ നോട്ട് പാഡ് ഉണ്ട്, നോട്ട് പാഡിന്റെ ഇതാ ഇതുപോലത്തെ നോട്ട് പാഡ് ഉണ്ടോ, ഇതുപോലത്തെ നോട്ട് പാഡ് ഉണ്ടെങ്കിൽ എല്ലാ കേസിലും ഈ നോട്ട് പാഡ് ഒതുങ്ങും. അത് ബസ് പോകുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ മൊബൈൽ നോക്കാൻ തോന്നുമ്പോഴോ ഒക്കെ ആ കേസിലോ വായിച്ചുകൊണ്ടിരിക്കുക. യെസ് മിൻഹ, ഇവർ തീരൂല കേട്ടോ, നമുക്ക് നിർത്തല്ലേ? സോ ഗുഡ് ഈവനിങ് എവരിവൺ. എന്തോ ഒരു ഡൗട്ടും കൂടി ഉണ്ട് തോന്നുന്നു. നിവേദ് കൃഷ്ണ സാർ, സിലബസ് നോക്കാൻ ടൈം ഇല്ല, PYക്ക് മാത്രം നോക്കിയാ മതിയാവുമോ? എന്താണോ പലപ്പോഴും സംഭവിക്കുന്നത്, സിലബസിന്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുട്ടികൾ നോക്കുക അനിൽ കെ നായരുടെ ഗൈഡാണ്. അനിൽ കെ നായരുടെ ഗൈഡ് കുഴപ്പമൊന്നുമില്ല, വായിച്ചോളൂ. പക്ഷെ ചിലപ്പോൾ 6 പേജ് എഴുതുന്ന സ്ഥാനത്ത് അനിൽ കെ നായരുടെ ഗൈഡിൽ 1/2 പേജ് ഉണ്ടാവുള്ളൂ. അപ്പൊ സിലബസിലെ എല്ലാ ഏരിയയും വായിച്ചു ഉറപ്പിച്ച എക്സാമിന് ഇതാണ്. പിന്നെ അതാണ്. അപ്പോൾ സിലബസിൽ സമയമുണ്ട് മക്കളെ, 15 ദിവസം 16 ദിവസം 10 മണിക്കൂർ മാറ്റി വെച്ചോളൂ. രാത്രി നമ്മൾ മൊബൈലൊക്കെ മാറ്റി വെച്ചാൽ തന്നെ നടക്കും. പറ്റേ ഈ സമയമില്ലാന്ന് പ്രശ്നമൊന്നുമില്ല, എല്ലാം വായിക്കും. ഞാൻ പറയും ഇതുവരെ ഒന്നും വായിച്ചില്ലെങ്കിൽ പോലും വായിക്കാൻ പറ്റും കേട്ടോ. ഡോൺ പറയും. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് വീണ്ടും കാണണം. എക്സാം കഴിഞ്ഞിട്ട് വളരെ ഹാപ്പി. എക്സാം കഴിഞ്ഞാൽ കാണണം. സാർ എല്ലാം എഴുതി അടിപൊളിയായി, സൂപ്പറായി. ഞാൻ സാർ 2.5 മണിക്കൂർ 3 മണിക്കൂർ നിന്ന് എഴുതി, ആ എസ് എ കണ്ടല്ലോ 5-6 പേജ് ചാറവറായി എഴുതി എന്ന് പറയാൻ പറ്റണം. അങ്ങനെ നമ്മൾ വീണ്ടും കാണും. വളരെ ഹാപ്പി ആയിട്ട് കോൺഫിഡൻസോടെ, വളരെ കോൺഫിഡൻസോടെ. ഓക്കെ, എക്സാം കഴിഞ്ഞാൽ റിസൾട്ട് എത്ര ദിവസത്തിനുള്ളിൽ വരും? കേട്ടില്ല, എങ്ങനെ? എക്സാം കഴിഞ്ഞാൽ നമ്മളുടെ മാർക്ക് റിസൾട്ട് എത്ര ദിവസത്തിനുള്ളിൽ വരും? ഒരു 20-25 ഡേയ്സിനുള്ളിൽ വരും. കാരണം സിസ്റ്റമാറ്റിക്, യൂണിവേഴ്സിറ്റി ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ്. വാല്യുവേഷന്റെ ഡേറ്റ് വന്നിട്ട് വാല്യുവേഷൻ തുടങ്ങിയാൽ 3 ദിവസം കൊണ്ട് വാല്യുവേഷൻ തീരും. 40 ആൾ കൂടി വാല്യൂ ചെയ്യുക, 40 ആൾ കൂടി വാല്യൂ ചെയ്യും. അപ്പോൾ തൃശ്ശൂർ ലോ കോളേജിലും വാല്യുവേഷൻ സെന്ററാണ്, കോഴിക്കോട് ലോ കോളേജ് വാല്യുവേഷൻ സെന്ററാണ്. വാല്യുവേഷൻ കഴിഞ്ഞാൽ അപ്പം തന്നെ മാർക്ക് നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യണം. യൂണിവേഴ്സിറ്റിക്ക് അയക്കല്ല, നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇന്റേണൽ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി കണ്ടുകൊണ്ട് വരും. 20-25 ഡേയ്സ് കൊണ്ട് റിസൾട്ട് വരും. ഓക്കെ, യെസ്. അപ്പൊ പൊളിക്കൂ, അടിച്ചു പൊളിക്കൂ, അവസരമാണ് കേട്ടോ, അടിച്ചു പൊളിക്കൂ. നമ്മൾ വീണ്ടും നമ്മളെല്ലാവരും നിങ്ങൾ ഉറപ്പുവരുത്തണം, ക്ലാസ്സിലെ മുഴുവൻ ആളുകൾ എക്സാം എഴുതുന്ന ഉറപ്പുവരുത്തണം. ക്ലാസ് റെപ്പിലെ ഉത്തരവാദിത്തമല്ല. കുറെ ആൾക്കാർ ലാസ്റ്റ് മിനിറ്റ് എക്സാം പേടിച്ച് എക്സാം എഴുതൂല. മുഴുവൻ ആളുകൾ എക്സാം എഴുതുന്ന ക്ലാസ് ഒരാൾ മടിയനായിട്ട് മാറി നിൽക്കുന്നു, പേടിച്ച് മാറി നിൽക്കുന്നു, പിടിച്ച് വലിച്ചു കൊണ്ടുപോയി എക്സാം എഴുതിക്കണം. ക്ലാസ്സിലെ മുഴുവൻ ആളും ബസ്സാവണം. നമ്മൾ എൻറോൾ ചെയ്യാൻ ക്ലാസ്സിലെ മുഴുവൻ ആളുകൾ ബസ് പോകണം. ഒരാളെയും വഴിയിട്ട് പോകാൻ പറ്റില്ല. ഈ കോഴ്സ് ആഗ്രഹിച്ചു വന്ന ഒരാൾ പോലും പാസ്സാവാതിരിക്കരുത്. പാസ്സാക്കാനും സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും മെന്റൽ സപ്പോർട്ട് കൊടുക്കാനും ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് നോളേജ് ഷെയർ ചെയ്യാനൊക്കെ മുന്നോട്ട് പോവുക. മിൻഹ, നന്ദി പറഞ്ഞോളൂ, മതി. സോ ഗുഡ് ഈവനിങ് എവ്രിവൺ. ഇന്ന് നമുക്ക് എക്സാം റിലേറ്റഡ് ഡൗട്ട്സ്, ടൈം മാനേജ്മെന്റ്, ടൈം യൂട്ടിലൈസേഷൻ, പിന്നെ എങ്ങനെ പഠിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും യൂണിവേഴ്സിറ്റി എക്സാമിന് മെജോറിറ്റി ആൾക്കാരും ഫസ്റ്റ് ടൈം ആയിരിക്കും ഫേസ് ചെയ്യുന്നത്. സോ ആ ഒരു കൺഫ്യൂഷൻ ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സാർ ക്ലാസ് എടുത്തത്. അപ്പം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോടിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അനീഷ് സാർ ആണ്. സാറിന് ജോസഫ് സ്റ്റാലിൻ സ്റ്റഡി സർക്കിളിന്റെയും SFI യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും നേരം നമ്മൾ ഈ സെഷൻ ഏകദേശം 45 മിനിറ്റ്സ് ആണ് പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷെ 1.5 hours ആവാനായി. അപ്പം ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനിൽ നമുക്ക് ഇത്രയും നേരം ക്ലാസ്സിൽ ഇരുന്ന് ജോയിൻ ചെയ്ത് ക്ലാസ് കേട്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞത് കൊണ്ട് നിർത്തുകയാണ്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡി സർക്കിളിന്റെ ഗ്രൂപ്പ് സൈറ്റ് കണക്ട് ചെയ്യാവുന്നതാണ്. വൺസ് അഗൈൻ താങ്ക് യു എവ്രിവൺ. ഒന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്തോളൂ. താങ്ക് യു, ഗുഡ് നൈറ്റ്, ഹായ്, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.